നമസ്കാരം. എൻ്റെ പേര് അനുമോഹൻ എന്നാണ്. ഞാനിത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ യുക്തിവാദി സംഘത്തിൻ്റെ പ്രോഗ്രാമിൽ ഇത് രണ്ടാമത്തെ തവണയാണ് നിങ്ങളുടെ വേദി പങ്കിടുന്നത്. മുൻപ് കോഴിക്കോട് ഫാനോസിൻ്റെ പ്രോഗ്രാമിൽ 2022 ഫാനോസിൻ്റെ പ്രോഗ്രാമിലും എനിക്ക് അംബേദ്കർ ബ്രാൻഡ് എന്നൊരു പ്രോഗ്രാം ഒരു സെമിനാർ എടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്തായാലും ഈ സംഘാടകർക്ക് എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം എന്നെ ഒരു പ്രോഗ്രാമിലോട്ട് ഒരു സെമിനാറിലോട്ട് അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നിടത്ത് ഒരു ടോപ്പിക്കുമായിട്ട് ക്ഷണിച്ചതിന് നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. മീഡിയ ഒളിഗാർക്കി എന്ന വിഷയമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. മീഡിയ ഒളിഗാർക്കി എന്തെന്ന് മീഡിയ ഒളിഗാർക്കി എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓളിഗാർക്കി എന്താണെന്ന് അറിയാം. ഓളിഗാർക്കി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത്, പൊളിറ്റിക്കലി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിൽ അതെങ്ങനെയാണ്, അത് ഇന്ത്യയുടെ സാഹചര്യത്തിലായാലും ലോകത്തിൻ്റെ സാഹചര്യത്തിലായാലും എസ്പെഷ്യലി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് മീഡിയയിൽ ഈ ഒളിഗാർക്കിസം റൺ ചെയ്യുന്നത്, ഒളിഗാർക്സ് എങ്ങനെയാണ് നമ്മുടെ ഭരണക്രമത്തെ, നമ്മുടെ ദിവസത്തെ നിശ്ചയിക്കുന്നത്, നമ്മളെന്ത് സംസാരിക്കണം, നമ്മളെന്ത് പ്രവർത്തിക്കണം, നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ എന്ത് പോളിസികൾ എടുക്കണം, എങ്ങനെയൊക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു എൻ്റെ ഒരു വിലയിരുത്തലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവർണൻസ് ഫോമുണ്ട്. നമുക്ക് ഓട്ടോക്രസി ഉണ്ട്, ഓളിഗാർക്കി ഉണ്ട്, പ്ലൂട്ടോക്രസി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ഡെമോക്രസി എന്നുള്ള സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓട്ടോക്രസി മീൻസ് റൂൾ ബൈ വൺ, ഒരാൾ ആണ് ഭരിക്കുന്നതെങ്കിൽ ഓട്ടോക്രസി എന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു സർവാധിപത്യം പല രാജ്യങ്ങളിലും നമ്മളിന്ന് കാണുന്നുണ്ട്, ഓട്ടോക്രസി എന്ന് വേണമെങ്കിൽ പറയാം. ഒളിഗാർക്കി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി റൂൾ ബൈ ഫ്യൂ, കുറേ അധികം ആൾക്കാർ, ഭരണക്രമത്തിൽ കുറേ അധികം ആൾക്കാർ അവരുടെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഭരിക്കുന്നതിനും ഭരണ സംവിധാനങ്ങളെയും പോളിസീനെയും നിയന്ത്രിക്കുന്നതിനെയും ആണ് ഓളിഗാർക്കി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലൂട്ടോക്രസി എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ ഈ കുറേ അധികം ആൾക്കാരെന്ന് പറയുന്നത് തന്നെ അവരെല്ലാവരും തന്നെ റിച്ച് പീപ്പിൾസ് ആയിരിക്കും, സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റ്സുകൾ, അവർ മാത്രമായിരിക്കും ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. അത്തരം ആൾക്കാർ, അത്തരം സംവിധാനമാണ്, അത്തരം ഒരു സിസ്റ്റമാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അഭിമാനിക്കുന്ന ഡെമോക്രസി റൂൾ ബൈ ഓൾ എന്നാണ് നമ്മൾ കരുതുന്നത്. അത് റൂൾ ബൈ ഓൾ ആണോ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെദർ ദ പൊളിറ്റിക്കൽ ഡെമോക്രസി ഈസ് റൺ ബൈ ഓൾ ഓഫ് അസ്, നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നുണ്ട്, നമ്മളാണോ ശരിക്ക് ഡിസൈഡ് ചെയ്യുന്നത് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചർച്ച ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ അങ്ങനെ നമ്മൾ ഡെമോക്രസിയെ നിയന്ത്രിക്കുന്ന ചാലകശക്തിയായിട്ട് അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു അതിനെ നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത്. അത് പത്രമാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്. അവരെങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഈ ഓളിഗാർക്കിസം റൺ ചെയ്യുന്നത്? അവർ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി മാറാറുണ്ടോ, അതോ വെദർ ദേ ആർ വർക്കിംഗ് ഓൺ അത് കൈൻഡ് ഓഫ് ഓളിഗാർക്കിസം? ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓളിഗാർക്കി എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ സിസ്റ്റത്തിന്, അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ അവരുടെ കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഓളിഗാർക്കി എന്ന് പറയുന്നത്. അതിനകത്ത് ആ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ, നമുക്കിപ്പോൾ കോർപ്പറേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരാകാം, ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസ് ആകാം, പിന്നെ ചിലയിടത്തൊക്കെ റോയൽ ഫാമിലീസ് ഉണ്ടാകും. അതുപോലെ തന്നെ കമ്മ്യൂണൽ ലീഡേഴ്സ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണൽ ലീഡേഴ്സ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മിലിറ്ററി ഇൻഫ്ലുവൻസേഴ്സ്, മിലിറ്ററി ഫോഴ്സസ് തന്നെ ഉൾപ്പെടെ പിന്നെ രാജ്യങ്ങളുടെ ഭരണക്രമത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ എലമെൻറ്റും ഓളിഗാർക്കിക്സിന് വരാം. പിന്നെ ഈ കൺട്രോൾ ബൈ ഫ്യൂ എന്നുള്ളതിൽ ഭരണക്രമത്തെ നിയന്ത്രിക്കുന്ന പല മേഖലയിലുള്ള ആൾക്കാർ, ദ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനൊരു ഇപ്പം നമ്മുടെ ഈ മോഡേൺ ഡെമോക്രസിയിൽ മാത്രമല്ല നമ്മൾ ഈ ഓളിഗാർക്കിക് ഫോമാറ്റ് കാണുന്നത്. നമ്മൾ പ്രാചീന കാലം മുതലേ നമ്മൾ ഗോത്രീയത വെടിഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കമ്മ്യൂണിറ്റി ലിവിങ് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തെ തന്നെ ഈ ഓളിഗാർക്കിസം അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു അരിസ്റ്റോക്രറ്റിക് രൂപത്തിലായിരുന്നു. അരിസ്റ്റോക്രറ്റിക് രൂപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ കുറേയധികം വിഷയങ്ങളെക്കുറിച്ച് നോളജുള്ള ആൾക്കാരുണ്ടാകും. അവർക്ക് പർട്ടിക്കുലർ വിഷയങ്ങളെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ
ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് മീൻസ് അക്കാലത്തെ രാജഭരണ അവരുടെയോ പിന്നെ പണ്ഡിതന്മാരായിട്ട് ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള പണ്ഡിതന്മാരായിട്ട് അവരവിടെ പിന്നെ ഈ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാണും. അതുപോലെ തന്നെ ചില സൈന്യാധിപർ കാണും, നാട്ടുപ്രമാണിമാർ കാണും. അപ്പം പിന്നെ റിച്ച് പീപ്പിൾ അവിടെ ധനികരായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ധനികരായിട്ടുള്ള ആൾക്കാർ കാണും. അപ്പോൾ ഇവരുടെയൊക്കെ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും പിന്നെ ആ കാലഘട്ടത്തിലെ നാട്ടുഭരണത്തെയോ നാട്ടുരാജാക്കന്മാരെയോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അതാണ് നമ്മുടെ ഒരു അതൊരു ഓൾഡൻ ടൈപ്പ് ഓഫ് ഓളിഗാർക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. പക്ഷേ നമ്മുടെ ഇന്ന് മോഡേൺ വേൾഡിൽ നമ്മുടെ ഡെമോക്രസിയിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുകയും നമ്മുടെ വോട്ടിംഗ് അവകാശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സർക്കാരിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു സർക്കാരിനെ നമ്മൾ എടുത്തു കളഞ്ഞ് മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരുന്നു. നമ്മൾ എടുത്തു കളഞ്ഞ സർക്കാരിനെയോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന സർക്കാരിൻ്റെ പേര് നമുക്ക് എത്രമാത്രം സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പോളിസി മേക്കിങ്ങിൽ നമ്മൾക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെമോക്രസിയിലാണ് പിന്നെ ഇതെങ്ങനെയാണ് നമ്മളെ ഈ ഓളിഗാർക്കിസം എങ്ങനെയാണ് ഡെമോക്രസിയെ പിന്നെ മാറ്റിമറിച്ചിരിക്കുന്നത്. അവർ ഈ പറയുന്ന ആൾക്കാർക്ക്, അവർ സ്വാധീന ശക്തികളായിട്ടുള്ള ആൾക്കാർക്ക്, സമ്മർദ്ദ ശക്തികളായിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിൽ അവരെങ്ങനെയാണ് പിന്നെ അവരുടേതായിട്ടുള്ള ഫോമിലോട്ട് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഈ ഓളിഗാർക്കി എന്നുള്ള വേർഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. ഓളിഗാർക്കിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. അതിൽ ഓളിഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ, ആർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് ബൈ ഫ്യൂ പീപ്പിൾ, ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ഫ്യൂ പീപ്പിൾ. ഇതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓളിഗാർക്കിക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ നമ്മൾ ഓളിഗാർഗീസ് എന്ന് പറയും. ഈ ഓളിഗാർഗി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംഘടനകൾ, സംവിധാനങ്ങൾ, സിസ്റ്റം, അവർ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പോളിസികളിൽ ഇടപെടുകയും അവർക്ക് അനുകൂലമായിട്ട് കറപ്റ്റഡായിട്ടോ അല്ലെങ്കിൽ അവരുടെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾക്കോ മാറുന്ന തരത്തിൽ സംവിധാനങ്ങളെ അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലേറ്ററിൽ ഡിസ്കസ് ചെയ്യുമെങ്കിലും ഒരു ഇൻകം ഇൻഇക്വാലിറ്റി, ഇവരുടെ ഈ കറപ്ഷൻസ് കാരണം സമൂഹത്തിലുണ്ടാകുന്നത്, പർട്ടിക്കുലർലി പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ടാകും. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്കത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അവരുടെ താല്പര്യങ്ങൾക്ക്, റിച്ച് പീപ്പിൾസിൻ്റെയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസിൻ്റെയോ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടാണ് അവർ സംസാരിക്കുകയും അവർ പ്രവർത്തിക്കുകയും അവരുടെ ഗവൺമെൻറ് സംവിധാനങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ടാവുകയും ഇവർ പവർഫുള്ളായിട്ട്, വെൽത്ത് ആയാലും ശരി, അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും പവർഫുള്ളായിട്ട് ആൾക്കാരെ മാറുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പവർഫുള്ളായ മാറുന്ന ആൾക്കാർ, നമുക്കൊരു കോർപ്പറേറ്റ് വേൾഡ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും എല്ലാവരും തന്നെ കോർപ്പറേറ്റ് വേൾഡ് അല്ല. ഈ ഓളിഗാർക്കീസ് എന്ന് പറയുന്ന കോർപ്പറേറ്റ്സിന് എല്ലാവരെയും നമുക്ക് ഓളിഗാർക്കീസ് എന്ന് പറയാൻ പറ്റത്തില്ല. ദർ ആർ ലോട്ട് ഓഫ് അതർ എലിമെൻറ്റ്, അതർ പീപ്പിൾ, അതർ അസോസിയേഷൻ, സമ്മർദ്ദ ശക്തികളുണ്ട് ഓളിഗാർക്കിക്ക് എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിൽ ഇടപെടൽ കഴിയുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കും അവർ അടുത്ത ഈ പറയുന്ന നമ്മുടെ ഈ പ്രോസസ്സിൽ പോലും, നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പോലും, ഇലക്ടറൽ പ്രോസസ്സിൽ പോലും അവർ സപ്പോർട്ട് ചെയ്യുകയോ നമ്മൾക്ക് മേളിൽ നമ്മളെ ഭരിക്കുന്നതിനായിട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. കാര്യം നമുക്കും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഈ പറയുന്ന ഓളിഗാർക്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മുടേക്കാളും കൂടുതലാണ് അവരുടെ വാല്യൂ സമൂഹത്തിൽ. നിലവിൽ വാല്യൂ അല്ല, അവർ ദേ വിൽ പർച്ചേസ് ഇറ്റ്. ഒരു പുതിയ ഭരണ സംവിധാനം വരുന്നതിനോ അത് നിയന്ത്രിക്കുന്നതിനോ അത് ആര് തുടരണമോ, ഏത് ആൾക്കാർ അവർക്ക് അനുകൂലമായിട്ട്, അവർക്ക് പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്ന ആൾക്കാർ തുടരണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഓളിഗാർക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാം. അതിൽ റഷ്യയിൽ പ്രധാനമായിട്ടും റഷ്യയുടെ ഹിസ്റ്ററിയിൽ ഈ ഓളിഗാർക്കിയുടെ ഇടപെടലുകൾ വളരെയധികം നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. 1988 മുതൽ 91 വരെ, അതായത് USSR ഫോൾ ഡൗൺ ചെയ്യുന്ന അവസരത്തിൽ അവിടെ പ്രധാനമായിട്ടും ഈ ഓയിൽ റിസോഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ കൺട്രോൾ നേടുകയാണ്. അതായത് പൊളിറ്റീഷ്യൻസ് അല്ല, അവിടെയുള്ള സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, പ്രധാനപ്പെട്ട ബാങ്കേഴ്സ്, ഇവരെല്ലാം തന്നെ അതിന്മേൽ കൺട്രോൾ നേടുകയാണ്. അവിടെ ആ കാലഘട്ടത്തിൽ പൊളിറ്റീഷ്യൻസാണ് ഗവൺമെൻറ്റിന് വേണ്ടി
അല്ലെങ്കിൽ ഇവൻ ദോ ദേ ഫോൾ ഡൗൺ എന്നിരുന്നാൽ പോലും ഡിസിഷൻസ് എടുക്കുന്നതെങ്കിലും ഈ പൊളിറ്റീഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഓളിഗാർക്സ് ആയിരുന്നു. ഈ പറയുന്ന അവിടുത്തെ ഒരു കോൺടെക്സ്റ്റിൽ മുതലാളിത്ത അത്രയും കച്ചവട താല്പര്യമുള്ള അല്ലെങ്കിൽ ഓയിൽ ഫീൽഡും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള മുതലാളിമാരായിരുന്നു, ഓളിഗാർക്സ് ആയിരുന്നു അവിടെ പിന്നെ ഇത് കൺട്രോൾ ചെയ്തിരുന്നത്. 1996 ബോറിസ് എൽസൺ റീഇലക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റീഇലക്ഷനിൽ ഫണ്ട് ചെയ്യുന്നത് പോലും ഈ ഓളിഗാർക്സാണ്. ഓളിഗാർക്സ് എന്ന് പറയുമ്പോൾ കച്ചവടക്കാരെ മാത്രമല്ല, മുതലാളിത്ത കോർപ്പറേറ്റ്സ് വേൾഡ് മാത്രമല്ല ഒളിഗാർക്സിൽ ഉള്ളത്. അത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവർ വരുന്ന ഗവൺമെൻറ്റുകൾ, അവർ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റുകളിൽ, മുതലാളിമാർ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അനുഗുണമായിട്ടുള്ള പോളിസികൾ വരികയും അവരത് ഫിനാൻഷ്യലി അവർക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻസാണ് ഉള്ളത്. ഇതിൽ ഇലക്ഷൻ ടൈം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഇലക്ഷൻ ടൈമിൽ റഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ അത് കുറച്ചുകൂടെ വിസിബിളാണ്. ഇലക്ഷൻ പ്രോസസ്സിനെ, മീഡിയ കവറേജ്, ഇലക്ഷൻ പ്രോസസ്സ്, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഓളിഗാർക്സാണ്. അവർക്ക് അനുഗുണമായിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന എല്ലാ സപ്പോർട്ടും അവർ കൊടുക്കുന്നു. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഇൻറ്റഗ്രിറ്റി, റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാറ്റിക് ഇലക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലോട്ട് പോയി. ഇപ്പോൾ 2021 ഒരു ഫ്രീഡം ഹൗസ് ഒരു പോളിംഗ് നടത്തുവാണ്. റഷ്യയിലെ ഒരു സാധാരണ പൗരന് എത്രമാത്രം അവൻ്റെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു വോട്ടിംഗ് നടത്തി. അതിൽ 40 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നാൽ 5 എണ്ണമാണ് അവർ മീറ്റ് ചെയ്തത്. അത് ഈ പറയുന്ന ഫ്രീഡം ഹൗസിൻ്റെ 2021 ഈ പർട്ടിക്കുലർ വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ഓളിഗാർക്കി ആയിട്ട് റഷ്യ മാറി എന്നുള്ളതിന് വളരെ എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. 40ഓളം ക്രൈറ്റീരിയ എടുത്തു വെച്ചിട്ട് അവിടെ സാധാരണ ജനങ്ങൾക്ക് എത്രമാത്രം അവർ എലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെൻറ് സംവിധാനത്തിൽ സ്വാധീനം ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേലും അതിൽ 40-ൽ 5 പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ടു ലീവ്, ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദ്യം ഓർമ്മ വരുന്ന പേര് അമേരിക്കയാണ്. അമേരിക്കയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്സിൽ ഓളിഗാർക്കി റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ മേജർ ബിസിനസ്മാൻസും ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾസും ഒക്കെ തന്നെയാണ് അവരുടെ പോളിസി മേക്കിങ്ങിൽ, ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ സാധാരണ ജനങ്ങളെക്കാട്ടിലും പിന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇലക്ഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്കോ വ്യക്തികൾക്കോ ഫണ്ട് കൊടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ദെയർ ആർ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കുണ്ട്. അതുപോലെ അത് കൃത്യമായിട്ട് അങ്ങനെ കൊടുത്ത ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥികളും കൊടുക്കണം, പൊളിറ്റിക്കൽ പാർട്ടീസും അതാത് സമയങ്ങളിൽ കൊടുക്കണം. അതുപോലെ ദെയർ ആർ ബൗണ്ടറീസ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അമേരിക്കയിൽ അത്തരത്തിലുള്ളൊരു ബൗണ്ടറി ഇല്ല. ഒരു കോർപ്പറേറ്റിന് എത്ര രൂപ വേണമെങ്കിലും, എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ശതമാനം വേണമെങ്കിലും അയാൾക്ക് അവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാം. ഇത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള 2 ഒപ്പോസിഷൻസേ ഉള്ളൂ എങ്കിൽ പോലും അവർ ഈ സാമ്പത്തികമായിട്ട് അവർക്ക് ഏറ്റവും അനുഗുണമാകുന്ന വ്യക്തികളെ ആയിരിക്കും ഈ ഓളിഗാർക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇപ്പോൾ വീണ്ടും ഇലക്ട്രൽ പ്രോസസ്സിലൂടെ കടന്നു വരികയും വീണ്ടും അദ്ദേഹത്തിനൊരു ചാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഒളിഗാർക്സുകളുടെ കൂട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് വിച്ച് പേഴ്സൺ കമ്മിങ് ടു പവർ, അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ആ ആളിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവിടുത്തെയും ഇലക്ട്രൽ പ്രോസസ്സിൽ, മീഡിയ കവറേജിൽ, അതുപോലെ തന്നെ മേക്കിംഗ് ഡിസ്ഇൻഫോർമേഷൻസ്, അവർ ഒപ്പോസിഷൻ കാൻഡിഡേറ്റ്സിനെതിരെ ഡിസ്ഇൻഫോർമേഷൻസും ഹേറ്റഡ് ക്യാമ്പയിൻ എന്നുള്ളൊരു സാധനം അവിടെ ഇല്ലെങ്കിൽ പോലും ഡിസ്ഇൻഫോർമേഷൻസ് എന്ന് പറയുന്ന സംവിധാനം റൺ ചെയ്യാനും മീഡിയ കവറേജ് എടുക്കാനും ഇവരുടെ സ്റ്റാഫുകളെ തന്നെ വിട്ടുകൊടുക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പ്രോസസ്സ് അമേരിക്കയെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേനും അത് ഹേറ്റഡ് എന്ന് പറഞ്ഞത് വേറെ തരത്തിലോട്ട് മാറുന്നുണ്ട്. ഇതിൽ വേറൊരു പ്രത്യേകപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രംപ് കഴിഞ്ഞ കാലഘട്ടത്തിൽ പാൾ മനോഫോർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മാനേജറെ ഫയർ ചെയ്യുന്നുണ്ട്. ഈ മനോഫോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അതിലുള്ള ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റഷ്യൻ ഓളിഗാർക്കായിരുന്നു. ആദ്യമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡൻ്റൽ ഇലക്ഷനിൽ റഷ്യൻ ഓളിഗാർക്സ് കൂടെ സ്വാധീനം ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്ന ഒരു ഇൻസിഡൻറ്റാണ് പാൾ മനോഫോർട്ടിൻ്റെ ഫയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്.
ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ കൺസോളിഡേഷൻ. ഈ രണ്ട് പ്രോസസ്സ് ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലെടുത്താൽ പോലും നമ്മൾ ഇന്ത്യയുടെ കാര്യം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പവർ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഓളിഗാർക്കികളുടെ പൊളിറ്റിക്കൽ അവരുടെ ഇടപെടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പവർ കൺസോളിഡേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ 2020 വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ 2036 വരെ അദ്ദേഹം തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ ടെന്യൂർ തുടരാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തിയെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ 2024 ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണെങ്കിൽ പോലും ഒഫീഷ്യലി ഇലക്ഷൻ നടക്കുകയാണെങ്കിലും he can continue up until 2036. He is making them amendment. അപ്പം ഇത്തരത്തിലുള്ള പവർ കൺസോളിഡേഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അമേരിക്കയിൽ നടക്കുന്നുണ്ട്. നമുക്കിവിടെ തന്നെ അറിയാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് മോദി സർക്കാർ ഇന്ത്യ ഭരിക്കുകയാണ്. അവർ ഇന്ത്യ ഭരിക്കുന്നതോടൊപ്പം തന്നെ അവർ മേജറായിട്ടുള്ള അദാനിയോ അംബാനിയോ പോലുള്ള ഒളിഗാർക്കിക് ജെയിൻസ് ഒളിഗാർക്സ് എന്ന് പറയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഫേവററ്റാണ്. അപ്പോൾ ആരാണോ ഇനി പവറിൽ വരേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് തന്നെ ഈ ഒളിഗാർക്സ് നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ പവറിൽ നിലനിർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവരെല്ലാ തരത്തിലും എടുക്കുന്നത്. അത് കാരണം എന്ത് സംഭവിക്കും? പൊളിറ്റിക്കൽ നേതൃത്വങ്ങൾക്ക് അത് കാരണം അവരെ പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഒരുതരം ജനാധിപത്യത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏകാധിപത്യ കാഴ്ചപ്പാടിലോട്ടോ ഭരണ രീതിയിലോട്ടോ നമ്മളൊക്കെ മാറ്റപ്പെടും. അപ്പം അതാണ് 2024 നമ്മൾ വളരെ വിസിബിളായിട്ട് അടുത്തിനി കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അദാനിയുടെ വെൽത്ത് 2014 അദാനി 64,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന അദാനി ഇന്ന് ഏതാണ്ട് 6 ലക്ഷത്തിലധികം കോടി രൂപയുടെ ആസ്തിയുള്ള ആളായിട്ട് മാറി. അപ്പോൾ ഒരു പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓളിഗാർക്ക് എങ്ങനെയാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം അധികാരത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്കത് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് മാറുന്നതെന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് ചുരുക്കുകയാണ്. പശ്ചാത്തലത്തിൽ പറയാൻ 2 കാര്യങ്ങൾ. ഒന്ന് ഫാംലയാണ്. അദാനിയ അംബാനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ജെയിൻസ്, കോർപ്പറേറ്റ് ജെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് ഓളിഗാർക്സ് എന്ന് പറയുമ്പോഴത്തേന് ആദ്യം തന്നെ കണക്ക് കൂട്ടാൻ പറ്റുന്ന കോർപ്പറേറ്റ് ലോകത്തെ 2 ജെയിൻസ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫാംല വരുന്നു. ആ ഫാംലയിൽ നമ്മുടെ ഇന്ത്യാസ് ഫുഡ് ഗ്രെയിൻ ലോജിസ്റ്റിക്സിനെ അദാനി ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്നാണ് ജയറാം രമേശ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്. നമുക്കറിയാം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ഉൾപ്പെടെ നമ്മുടെ ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംഭരിച്ച് വെച്ചുകൊണ്ടാണ് നമ്മുടെ കൊറോണ കാലം പോലും നമ്മൾ അതിജീവിക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോകുമ്പോഴാണ്. അപ്പോൾ അതുപോലും അത്തരം ഫുഡ് ഗ്രെയിൻസിൻ്റെ സ്റ്റോറേജ് പോലും അദാനി ഗ്രൂപ്പിന് എഴുതി കൊടുക്കുന്ന തരത്തിൽ ഫോർമുലാസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതിൽ അഗ്രി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന അദാനിയുടെ ഒരു കമ്പനിയുണ്ട്. അവർക്കാണ് ബീഹാറിലും യു പിയിലും 3.5 ലക്ഷം ടൺ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒന്നിലധികം വെയർ ഹൗസുകൾ കൊടുക്കുന്നു, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് ബയസ്ഡായിട്ട് രാഷ്ട്രീയ അധികാരികൾ ബയസ്ഡായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പോളിസികൾ ഉണ്ടാക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലോട്ട് ഇന്ത്യ പോവുകയും ചെയ്യുന്നു. ഇപ്പം നിലവിൽ സുപ്രീം കോടതിൻ്റെ ഇടപെടൽ കൊണ്ടും കർഷക സമരം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഒരു പൗരബോധമുള്ള ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ഒരു തോതിലെങ്കിലും നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു പ്രക്ഷോഭം വന്ന സമയത്ത് അത്തരത്തിൽ പോളിസികൾ ഗവൺമെൻറ്റിന് മാറ്റിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ അദാനിയുടെ ഫാം പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആപ്പിളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അദാനി ഫാം പിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മോണോപോളി, അവിടെ നിന്ന് ഫുൾ ആ സാധനം മൊത്തം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഇടപെടലൊക്കെ നടത്തി അത് പിന്നെ ഫാം ബ്ലാസിൻ്റെ അവിടുത്തെ കർഷക സമരത്തോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലുള്ള ഈ ആപ്പിൾ കർഷകരോട് കൂടിച്ചേരുന്നതോട് ഭാഗത്തോടു കൂടിയാണ് അത് സ്ട്രോങ് ആയി മാറുകയും മറ്റൊരു തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മറ്റൊരു കാര്യമാണ് ഈ കോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അദാനി പവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇതിൻ്റെ കോൾ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അദാനി പവറിന് അനുഗുണമായിട്ട് തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഫേവറബിളായിട്ട് തരത്തിൽ ഗവൺമെൻറ് 2-3 ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വൈദ്യുതി ജനറേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു 51% നമ്മൾ
പിന്നെ പ്രൈവറ്റ് ഫേമിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതിൽ തന്നെ 49% നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷനും കോൾ വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെയാണ്, അതായത് നമ്മുടെ ഓയിൽ ഫീൽഡ് പോലെ തന്നെയാണ് പ്രൈവറ്റ് പാർട്ടീസും പ്ലേ ചെയ്യുന്നുണ്ട്. അവരും പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ കോൾ വാങ്ങിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവരെന്ത് ചെയ്യും, യൂണിറ്റ് പ്രൈസിന് ഗവൺമെൻറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിന്നാണ് പിന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ അദാനി പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് 2019-21 വരെ ഏതാണ്ട് 12,000 കോടി രൂപയുടെ കോള് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇറക്കുമതി ഡബിൾ ചാർജ് ചെയ്തിട്ടാണ് ഇറക്കുമതി ചെയ്യപ്പെടുകയെന്നും ഈ ചാർജ് കൂടെ ഉൾപ്പെടെ നമ്മൾ സാധാരണ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബെയർ ചെയ്യേണ്ടി വരുന്നൊരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ ഇത് പിന്നെ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്, അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിൻഡൻബർഗിൽ ഇത് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ്, കേസ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കാര്യം നടക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട കോൾ ബ്ലോക്സുകൾ അദാനി ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. ഈ 2 കോൾ ബ്ലോക്സുകൾ എന്ന് പറയുന്നത് 2018 കേരളത്തിലെ എൻവയോൺമെൻറ്റൽ ബോർഡ് ഇന്ത്യയിലെ എൻവയോൺമെൻറ്റൽ പിന്നെ വകുപ്പ് ഇപ്പോൾ ഒരു 15 എണ്ണത്തിനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 90% ബയോഡൈവേഴ്സിറ്റി ഉള്ള പിന്നെ സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ഖനനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ 15 എണ്ണത്തിൽ 2 എണ്ണം അദാനി ഗ്രൂപ്പിന് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മുടെ ഓളിഗാർക്സ്, പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഓളിഗാർക്സുകൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണക്രമത്തെ പിന്നെ ചലിപ്പിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ അതിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം. കേരളത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചില്ലെന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓളിഗാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർപ്പറേറ്റ് ലോകം, മുതലാളിത്ത ആൾക്കാർ മാത്രമാണെന്നാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലം സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാകും. വിമോചന സമരം നമുക്കെല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വിമോചന സമരത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസാണോ, മന്നത്ത് പത്മനാഭനോ പൊളിറ്റിക്കൽ പാർട്ടീസോ, കേരള കോൺഗ്രസ് ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, SNDP ഉൾപ്പെടെയുള്ള സാമുദായിക ശക്തികൾ അവരുടെ കൂടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. 1957 ഇന്ത്യയിൽ എലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ 59 ആകുമ്പോഴത്തേനും പടിയിറക്കി വിട്ടതിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്മർദ്ദ സാമുദായിക ശക്തികളാണ്. NSS ആയാലും, SNDP ആയാലും, മുസ്ലിം ലീഗ് ആയാലും, കാത്തലിക് ഓർഗനൈസേഷൻസ് ആയാലും. അപ്പം അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ കോർപ്പറേറ്റുകളെ മാത്രം ഓളിഗാർക്സ് ആയിട്ട് കാണുന്ന ഇടത്ത് നിന്ന് കേരളത്തിൽ വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, സമ്മർദ്ദ സാമുദായിക ശക്തികളും മറ്റൊരു തരത്തിലുള്ള ഓളിഗാർക്സ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിമോചന സമരത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് വേണ്ടി ഷെയർ ചെയ്തത്. ഇതിൽ സമ്മർദ്ദ സാമുദായിക ശക്തികളായിട്ടുള്ള ഈ പറയുന്ന NSS, SNDP മാത്രമല്ല, കേരള കോൺഗ്രസോ മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കേരളത്തിലെ അന്നത്തെ മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വേദനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാധ്യമ ലോകം, നാഷണൽ മീഡിയ എന്ന് പറയുന്നത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ലാംഗ്വേജ് മാറുന്നതേ ഉള്ളൂ. അവർ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ, അവർ പറയുന്ന തരത്തിലുള്ള നുണകൾ, ഡിസ്ഇൻഫോർമേഷൻസ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, വി ആർ ലിവിങ് ഇൻ എ വെരി ഡെമോക്രാറ്റിക് ലിബറൽ സൊസൈറ്റി. അവിടെയാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ നാഷണൽ തരത്തിലുള്ള മാധ്യമങ്ങൾ BJPക്ക് വിടുപണി പണിയുന്നു, അവർ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു, അവർ വർഗീയമായിട്ട് ചിന്തിക്കുന്നു. നമ്മളിവിടെ ലിബറലാണ് എന്നുള്ളതാണ്. ഫേക്ക് ലിബറലിസം വി ആർ പുട്ട് ഫോർവേഡിങ്. നമ്മൾ 1957-59 കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ, അന്ന് പ്രിൻ്റ് മീഡിയ ആയിരുന്നല്ലോ, ന്യൂസ് പേപ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും വലിയ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻസിൻ്റെ ഏറ്റവും വലിയ ചാലശക്തിയായിട്ട് പ്രവർത്തിക്കുകയും 59 ആ ഗവൺമെൻറ്റിനെ, എനിക്ക് ആ ഗവൺമെൻറ്റുമായിട്ട് പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ട് പറയുന്നതല്ല, അവരെ താഴെ ഇറക്കുന്നതിൽ ഒരു ഓളിഗാർക്സ് എന്ന രീതിയിൽ സമ്മർദ്ദ തരത്തിൽ അവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട 2 പേരാണെന്ന് ദീപിക പത്രവും അതുപോലെ തന്നെ മലയാള മനോരമയും. ദീപികയുടെ പെയിൻഫുൾ ലെസൺസ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പിന്നെ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ അല്പസ്വല്പം വയലൻസ് ആയാലും കുഴപ്പമില്ല, ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെങ്കിൽ പിന്നെ അക്രമം നമുക്ക് നടത്താം എന്നുള്ള ഒരു ആഹ്വാനം തന്നെ എഡിറ്റോറിയൽ അതിൽ അവർ നടത്തുകയാണ്. അതുപോലെ തന്നെ മലയാള മനോരമയുടെ അവരുടെ ഇംഗ്ലീഷ് എഡിറ്റോറിയൽ, ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം
വളരെ ചടുലമായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സുകളിലാണ് ഇന്നിപ്പോൾ നമ്മുടെ അയോധ്യ ക്ഷേത്ര നിർമ്മാണം നടന്ന സമയത്ത് രാം ആയേക ഫിർ ആയേക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാംസ് കിടക്കും. നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം ഒരു പൗരബോധമുള്ള ഇന്ത്യക്കാരൻ എന്നതിൽ വളരെയധികം വേദനയുണ്ട്. അതേ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഇംഗ്ലീഷിലും പിന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളോ ഡിസ്ഇൻഫോർമേഷൻസോ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. മനോരമയുടെ ഇംഗ്ലീഷ് എഡിറ്റോറിയലായിട്ടുള്ള കേരള അജിറ്റേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ജൂൺ 24, 1959 അവരൊരു എഡിറ്റോറിയൽ ഒരു ലേഖനം ഇറക്കിയായിരുന്നു. ഇതിൽ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു അറിയണം എന്താണ്, അദ്ദേഹത്തെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കരാളഹസ്തത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കരാളഹസ്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു, ഇന്ത്യ മൊത്തം ഇത് വ്യാപിക്കപ്പെടും, പിന്നെ അത് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കോമ്രേഡ്സുകൾ ഇന്ത്യ മൊത്തം വ്യാപിച്ചുകൊണ്ട് മതം എന്നുള്ള ഒരു സംവിധാനത്തെ ഇവിടെ നിന്ന് മാറ്റുകയും മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് പോലും കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന തരത്തിലാണ് ആ എഡിറ്റോറിയൽ പറയുന്നത്, ആ ലേഖനം പറയുന്നത്. അതിൻ്റെ അവസാനം പറയുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു റിക്വസ്റ്റാണ്, ഈ കാരണങ്ങൾ കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ പിരിച്ചു വിടണമെന്ന്. പിന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മീഡിയ BJP സർക്കാരിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുകയും അവരുടെ ഒപ്പോണൻസിൻ്റെ ആൾക്കാരെ ടാർണിഷ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നത് പോലെയുള്ള പിന്നെ ഒരു തരത്തിലുള്ള രീതി അന്ന് അവലംബിച്ചിരുന്നു നമ്മുടെ മലയാള മനോരമ അവലംബിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ലക്കിലി ജവഹർലാൽ നെഹ്റു അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനെന്താണ് ഇത് പൊളിറ്റിക്കലാക്കാമായിരുന്നു, ഈ സമരം പൊളിറ്റിക്കലാക്കാമായിരുന്നു, വളരെ കമ്മ്യൂണലായിപ്പോയി. മന്നത്ത് പത്മനാഭൻ്റെ പേര് തന്നെ ഉൾപ്പെടുത്തി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അത്തരത്തിലുള്ള ആൾക്കാർ ഇത് പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം സാമുദായികമായിട്ട് വർഗീയമായിട്ട് കേരളത്തെ തരംതിരിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് കൃഷ്ണയ്യർ, അന്നത്തെ ലോ മിനിസ്റ്ററായിരുന്ന കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവർ അന്നത്തെ ഇന്ത്യൻ മാധ്യമ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണലി സ്പിരിറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽ സാധനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിരീക്ഷിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചത് കൃഷ്ണയ്യറാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറയുന്നത് മലയാള മനോരമ അന്നത്തെ മനോരമ എന്ന് പറയുന്നത് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് ഏതാണ്ട് 10,000-ഓളം രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മന്നത്ത് പത്മനാഭന് കൈമാറുന്നുണ്ട്. അതായത് അന്ന് വളരെയധികം സമരങ്ങൾ നടക്കുകയും ഏതാണ്ട് 10-15ഓളം പേര് മരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മരണത്തിന് ഉത്തരവാദി EMS ആണ്, അതുകൊണ്ട് EMS മരിക്കാൻ യോഗ്യനാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്. അന്നാണ് മന്നത്ത് പത്മനാഭന് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന തരത്തിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു മാധ്യമം, നമ്മുടെ ഒരു 4ാം തൂണെന്ന് നമ്മൾ പറയുന്ന മാധ്യമ ലോകം തന്നെ ഒരു സർക്കാരിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് നടത്തിയത്. ഞാനിതെന്തുകൊണ്ടാണ് വിമോചന സമരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്ന്, കോർപ്പറേറ്റ് ലോകങ്ങൾ മാത്രമല്ല ഓളിഗാർക്സായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി. 2, കേരളത്തിൽ ആ സമയത്തും അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന വിമോചന സമരാനന്തര കേരളം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേക്ക് ലിബറൽ സൊസൈറ്റി. ഫേക്ക് ലിബറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വരെ വർഗീയമായിട്ട് ഒരു തരത്തിലുള്ള ചേരിതരവും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെന്ന് പറയുകയും, എന്നാൽ ഒരു കാലഘട്ടത്തിൽ വിമോചന സമരം നടക്കുന്ന കാലഘട്ടം വരെ അതൊക്കെ വളരെ കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിലെ മാധ്യമ ലോകങ്ങളായാലും ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി. വിമോചന സമരത്തിന് ശേഷം എന്ത് സംഭവിച്ചു? പിന്നെ സംഭവിച്ചത് ഒരു പൊളിറ്റിക്കൽ ഫോർമുലയാണ്. ആ പൊളിറ്റിക്കൽ ഫോർമുലയിൽ രാഷ്ട്രീയ അധികാരമായാലും എന്ത് തരത്തിലുള്ള അധികാര ഇടങ്ങളായാലും ശരി വീതിക്കപ്പെട്ടത് എങ്ങനെയാണ് വീതിക്കപ്പെട്ടത്? NSSനും നായർ വിഭാഗങ്ങൾക്കും SNDPക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും, അത് യാക്കോബേറ്റ് ആണെങ്കിൽ മാറി വരുന്ന സർക്കാർ, യാക്കോബേറ്റ് ആണെങ്കിൽ യാക്കോബേറ്റ്, ഓർത്തഡോക്സ് ആണെങ്കിൽ ഓർത്തഡോക്സ്, ഡിപ്പെൻഡിങ് അപ്പോൺ കോൺഗ്രസ് ഓർ LDF ഈസ് കമ്മിങ് ഇൻ ടു പവർ. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്ക് EP സുന്നി ഡിപ്പെൻഡിങ് അപ്പോൺ ഹു ഈസ് കമ്മിങ് ഇൻ ടു പവർ. അപ്പം ഇത്തരത്തിലുള്ള ഒരു വീതം വെപ്പ് രാഷ്ട്രീയത്തിലായാലും അധികാര സ്ഥാനങ്ങളിലായി ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ലിബറൽ സൊസൈറ്റി. അതായത് ഇത്തരം വിഭാഗങ്ങളെയൊക്കെ നമ്മൾ പാർട്ടിസിപ്പേഷൻസ് കൊടുത്ത് അവരെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലായാലും ഉദ്യോഗസ്ഥ തലങ്ങളിലായാലും അവരെ ഒന്ന് അഡോപ്റ്റ് ചെയ്ത്, പിന്നെ ഇത്രയും ആൾക്കാർ ഇൻക്ലൂസീവായിട്ട് അഡോപ്റ്റ് ചെയ്ത സമയത്തേക്കും നമ്മുടെ സമൂഹം ലിബറലാണ് എന്ന് പറയും. ഇതൊരു സ്യൂഡോ ലിബറൽ ആസ്പെക്റ്റാണ്. ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയോ ഈക്വലായിട്ട്
പിന്നെ അവർക്ക് അപ്പീൽ ചെയ്യാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ഫോം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു രേഖ ഇവിടെ വയ്ക്കുകയാണ് അതിന് അഭ്യുത്പലമായിട്ടുള്ള. ഇവിടെ 5 ലക്ഷത്തോളം ഗവൺമെൻറ് സാലറി വാങ്ങിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ടാക്സ് കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന 5 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഈ 5 ലക്ഷത്തോളം പേരിൽ 1,36,000 പേര് എയ്ഡഡ് സെക്ടറിൽ ഉള്ള ആൾക്കാരാണ്. അത് ഗവൺമെൻറ് സെക്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എയ്ഡഡ് സെക്ടറിലെ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സാണ്. ഈ എയ്ഡഡ് സെക്ടറിൽ നിലവിൽ റിസർവേഷൻ ഇല്ല. 10% റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 13,600 തൊഴിലവസരങ്ങൾ SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗങ്ങൾക്ക് കൂടി കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടതാണ്. ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും കൂടെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അത് സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം എനിക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. മലയാള മനോരമയിൽ മാതൃഭൂമിയിലൊക്കെ വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു പിന്നെ RTA ഒരു സാധനം അവർ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 0.38% കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണം എന്നുള്ളത് 0.3%. ജാതി കോളനികളായിട്ട് ഈ എയ്ഡഡ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾ മാറി എന്നുള്ളതാണ്. ആ പൊതുവഴിയിൽ SC വിഭാഗത്തിൽപ്പെട്ടയോ ST വിഭാഗത്തിൽപ്പെട്ടയോ ആൾക്കാർക്ക് നടന്നു പോകാനോ ആ ഏരിയയിൽ കൂടെ കടന്നു പോകാനോ അവസരം നിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ പൗരബോധം നമ്മുടെ കേരളത്തിലെ സമൂഹം പറയുന്നത് വി ആർ ലിവിങ് ഇൻ എ ലിബറൽ സൊസൈറ്റി. ഇനി ഇതിൻ്റെ ഒരു കച്ചവട താല്പര്യം കൂടെയുണ്ട്. കച്ചവട താല്പര്യം എന്ന് പറയുന്നത് ഈ 12,000-ഓളം വരുന്ന സീറ്റുകൾ ഈ പറയുന്ന മാനേജ്മെൻറ്റുകൾ, പ്രമുഖ മാനേജ്മെൻറ്റുകൾ, ഈ പറയുന്ന NSS, SNDPO, MES, ക്രിസ്ത്യൻ സഭകളാണ്. അതല്ലാതെയുള്ള ട്രസ്റ്റുകളും മറ്റുമൊക്കെ ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ഈ 12,000-ഓളം തൊഴിലവസരങ്ങൾ ഒരു സമൂഹത്തിന് നിഷേധിക്കുക മാത്രമല്ല, ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. 12,000 തൊഴിലവസരങ്ങൾ 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ വരെയുള്ള ഉദ്യോഗസ്ഥ അവസരങ്ങൾ അവർ വിറ്റ് കാശാക്കുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെൻ ഒളിഗാർക്സ് ആർ ഇൻ്റർഫിയറിങ് ഒരു സിസ്റ്റത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് ദേ വിൽ മേക്ക് ഇറ്റ് ഔട്ട്. അവരത് പൊളിറ്റിക്കലി അവർ എക്കണോമിക്കലി അവർക്ക് അനുഗുണമാക്കിയെടുക്കും. അവർ ഒരു ഇനിക്വാലിറ്റി ഉണ്ടാക്കും, ഇൻകം ഇനിക്വാലിറ്റി. നമുക്കത് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റുകയാണ് എയ്ഡഡ് സെക്ടറിൽ. വിമോചന സമരാനന്തര കേരളത്തിൽ എയ്ഡഡ് സെക്ടറിൽ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന വീതം വെപ്പുകൾ സമ്മർദ്ദ സാമുദായിക ശക്തികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവസരമുണ്ടായി. ആ അവസരത്തോടു കൂടി ഏതാണ്ട് 12,000-ഓളം തൊഴിലവസരങ്ങൾ ഒരു ജനസമൂഹത്തിനെ നിഷേധിക്കുക മാത്രമല്ല, അത്രയും തൊഴിലവസരങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റ് കാശാക്കി അവരുടെയൊക്കെ ആനുവൽ ബഡ്ജറ്റ് വളർത്തിയെടുക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും അപ്പോഴും ജീവിക്കുന്നത് ലിബറലായിട്ടുള്ള കേരള സമൂഹത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനതിന് ഫേക്ക് ലിബറൽ സൊസൈറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഒളിഗാർക്കി എങ്ങനെയാണ് ഇതിൽ ഇടപെട്ടത് എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി മീഡിയ ഒളിഗാർക്സ് എങ്ങനെയാണ് ലോകത്ത് എങ്ങനെയാണെന്നുള്ളത്. നിലവിൽ ലോകത്ത് എല്ലായിടത്തും തന്നെ കോർപ്പറേറ്റ്സുകൾ, പ്രധാനപ്പെട്ട കോർപ്പറേറ്റ്സുകൾ മീഡിയനെ അവരുടെ കൈക്കലാക്കുന്ന അല്ലെങ്കിൽ മീഡിയനെ പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓൾറെഡി സ്റ്റാർട്ടഡ്. നമുക്കത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുന്നായിട്ട് എങ്ങനെയാണ് ഈ മീഡിയ ഒളിഗാർക്സ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. മീഡിയ ഒളിഗാർക്സ് ഇപ്പോൾ നമുക്ക് കാണാം, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സിസ്റ്റത്തിൻ്റെ, ഇപ്പോൾ നമ്മളിവിടെ പിന്നെ ഏതെങ്കിലും ഒരു പുട്ടിൻ്റെ ആയാലും അല്ലെങ്കിൽ മോദിയുടെ ആയാലും അവരുടെ ആ സംവിധാനത്തിൻ്റെ വക്താക്കളാക്കി മാറപ്പെടുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഹേറ്റ് ക്യാമ്പയിനിലൂടെ അല്ലെങ്കിൽ അവരെ തകർക്കുന്ന തരത്തിൽ, ഇപ്പം പപ്പു എന്നൊക്കെ പറയുന്നുള്ള പ്രൊപ്പഗണ്ടാസ് നമുക്കറിയാം. അത്തരത്തിൽ അവരെ അടിക്കാനൊരു ടൂളാക്കി മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പെർട്ടിക്കുലർ ന്യൂസ് വരുന്ന സമയത്ത് ഈ രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങൾ, ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, ആ സമയത്തായിരിക്കും റിപ്പോർട്ടർ ചാനലിൻ്റെ അല്ലെങ്കിൽ അർണബ് ഗോസ്വാമിയുടെ റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ അതടക്കമുള്ള നാഷണൽ മീഡിയാസ് കാണിക്കുന്നതെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുകാരനെ കൊണ്ട് ഒരു ചർച്ച നടത്തിയിട്ട് രാം തിരിച്ചു വന്നു, നിങ്ങൾ ഇന്ത്യൻ വിരുദ്ധനാണോ, നിങ്ങൾ ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്താണ് മടി, ഇത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും. വളരെ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള കേസുകൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധികളോ പറയുമ്പോൾ പോലും നാഷണൽ മീഡിയാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള തരത്തിലാണെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സർക്കാരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവർ ഇത്തരത്തിലായിരിക്കും അതിനെ ബിഹേവ് ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ പർച്ചേസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ഹൗസുകളെ പർച്ചേസ് ചെയ്യപ്പെടുന്ന തരത്തിൽ പിന്നീട് അവർക്ക് അനുകൂലമായിട്ട് മാത്രം ന്യൂസുകൾ കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റപ്പെടും. കോർപ്പറേറ്റുകൾ ആരെയാണോ അനുകൂലിക്കുന്നത് ആ അനുകൂലിക്കുന്ന സർക്കാരുകൾക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന മീഡിയ ചാനൽസായിട്ട് മാറ്റപ്പെടും. അതോടൊപ്പം തന്നെ അവർക്ക് എതിർത്ത് വരുന്ന ന്യൂസുകൾ ഒരിക്കലും കോമൺ പബ്ലിക് അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഈ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എൻ ഡി ടി വി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിബറലായിട്ട് തന്നെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ സംസാരിച്ച ലിബറൽ എന്നല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു, ഒരു ദേശീയ മാധ്യമമായിരുന്നു എൻ ഡി ടി വി. ഇപ്പോൾ എൻ ഡി ടി വിനെ കുറച്ച് കഴിഞ്ഞിട്ട് അദാനി ഗ്രൂപ്പ് വാങ്ങിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധിക റോയ്, പ്രണവ് റോയ് അവരുടെ കൂടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു. അപ്പോൾ ഈ പ്രണവ് റോയി രാധിക റോയും ഒരു 450 കോടി രൂപയുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനെ VCPL എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ അദാനി ഗ്രൂപ്പ് ടേക്ക് ഓൺ ചെയ്തതിന് ശേഷം പിന്നീട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ അദാനി ഗ്രൂപ്പിനെയോ ആൻറ്റി BJP ആയിട്ടുള്ള രീതിയിൽ ന്യൂസുകൾ വളരെ കൃത്യമായിട്ട് ദേശീയ മീഡിയയിൽ വന്നിരുന്ന NDTVനെ അദാനി ഗ്രൂപ്പ് വാങ്ങിച്ചോടുകൂടി പ്രോ മോദി എന്ന തരത്തിൽ ന്യൂസുകൾ വരികയും പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നെറ്റ്വർക്ക് 18 ഇപ്പം റൺ ചെയ്യുന്നത് RIയിലാണ്, അംബാനിയുടെ RIയിലാണ് ഇപ്പോൾ അത് റൺ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അത് നമ്മുടെ ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു RIയിലെതിരെ, മുകേഷ് അംബാനിക്കെതിരെ. അത് നാച്ചുറൽ ഗ്യാസ് കൃഷ്ണ ഗോദാവരിയിലെ നാച്ചുറൽ ഗ്യാസുമായിട്ട് ഒരു ഇറഗുലാരിറ്റീസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് 18. അത് റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും നെറ്റ്വർക്ക് 18നെ ഇവർ വാങ്ങിക്കുകയാണ് ചെയ്തത്. അദാനി ഗ്രൂപ്പ് അംബാനി മുകേഷ് അംബാനി ഹയർ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ റിപ്പബ്ലിക് TV ഉണ്ട്. റിപ്പബ്ലിക് TV ആയാലും റിപ്പബ്ലിക് പിന്നെ ഭാരത് ആയാലും ശരി, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അർണബ് ഗോസ്വാമിയുടെ ആണെന്നാണ്. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ആങ്കറും എഡിറ്റർ ചീഫൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ല, അത് ഒഫീഷ്യലി ARG ഔട്ട്ലിയർ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖറിന് അതിന് ഹോൾഡർ ഉണ്ടെന്നാണ്, അദ്ദേഹമാണ് അതിൻ്റെ മുതലാളിയാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ടൈം ന്യൂസ് ഉണ്ട്, ഇന്ത്യ ന്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെ കോൺഗ്രസുമായിട്ട് അലയൻസ് ചെയ്തിരിക്കുന്ന പത്രമാധ്യമങ്ങളാണ്. ഞാനത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഇത്തരം പത്രമാധ്യമങ്ങളെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് പത്രമാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഹയർ ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കറിയാം നാഷണൽ വാണ്ട്സ് ടു നോ എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻസുകളിൽ വരുന്ന അർണബ് ഗോസ്വാമിമാരുടെ ഈ ചർച്ചകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പേര് കാണും, ആൻറ്റി നാഷണലാണോ, നിങ്ങൾ ആൻറ്റി നാഷണലാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളാണ് ബഹുഭൂരിപക്ഷം. പിന്നെ മോദി സ്തുതികൾ. ഇതാണ് നാഷണൽ മീഡിയയിൽ നമ്മൾ ഇന്ന് കാണുന്ന ചർച്ചകളെല്ലാം തന്നെ. ഇതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന് മോദിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മുതലാളിത്ത മേഖല ഉണ്ടാവുക, ആ മുതലാളിത്ത ആൾക്കാർ, ആ കോർപ്പറേറ്റുകൾ ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളെ പർച്ചേസ് ചെയ്യുക, അവിടെ പിന്നെ വരുന്ന ന്യൂസുകൾ പ്രോ മോദി ന്യൂസുകൾ മാത്രമായിട്ട് മാറുക, അല്ലെങ്കിൽ പ്രോ BJP ന്യൂസുകൾ മാത്രമായിട്ട് മാറുക. ആൻറ്റി BJPയോ അല്ലെങ്കിൽ ആൻറ്റി അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായുള്ള ഒരു ന്യൂസുകളും നമ്മുടെ മുന്നിൽ എത്തരുതെന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. നമ്മളതിനെ പ്രധാനമായിട്ട് അറിഞ്ഞപ്പെടുന്ന ഗോദി മീഡിയ എന്നുള്ളതാണ്. ഗോദി മീഡിയ എന്ന് പറയുന്നത് അർണബ് ഗോസ്വാമി ആയിരുന്നു പ്രധാനപ്പെട്ട അപ്പോസ്തൽ. ഇന്നിപ്പോൾ നമ്മൾ സുജയെ കാണുന്നത് പോലെ കേരള മാധ്യമലോകത്ത് അത് പറിച്ചുകേട്ടപ്പെട്ടു. ആ ഒരു സംസ്കാരം കേരള മാധ്യമത്തിൽ റിപ്പോർട്ടർ TV ചാനൽ വന്നതോടുകൂടി ഇത് പറിച്ചുകേട്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അർണബ് ഗോസ്വാമി ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. അങ്ങനെ ആ മീഡിയാസിനെ ടോട്ടലി അറിയപ്പെടുന്നത് ഗോദി മീഡിയ എന്നാണ്. ഇതെങ്ങനെയാണ് ഗോദി മീഡിയ നമ്മൾ ഇടപെടൽ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ആക്ടിവിസ്റ്റ് എല്ലാം അർബൻ നക്സൽസാണ്. ഒപ്പോസ് ചെയ്യുന്ന ആക്ടിവിസ്റ്റ് എല്ലാം തന്നെ അർബൻ നക്സൽസാണ്. മുസ്ലിംസ് എല്ലാം ആൻറ്റി നാഷണൽസാണ്. പിന്നെ ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരും ആൻറ്റി നാഷണൽസാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിംസാണ് കൊറോണ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നാഷണൽ ചാനലുകൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആൻറ്റി നാഷണൽസ്, മുസ്ലിംസ് ആർ ആൻറ്റി നാഷണൽസ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് മോദി ഭക്ത് മീഡിയയുടെ പ്രധാനപ്പെട്ട റോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മോദി ഭക്ത് മീഡിയയുടെ നമ്മുടെ മോദി ഇതുമായിട്ട് ബന്ധപ്പെട്ട്
നമ്മുടെ അയോധ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പശുവിനെ വളർത്തുന്നത്, അദ്ദേഹം വളരെ വളരെ ജെന്യൂനായിട്ടുള്ള മനുഷ്യനാണ്. പശുവിനെ വളർത്തുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വന്നപ്പോഴത്തേനും ഒരു 2 ആഴ്ചത്തോളം അദ്ദേഹം ഫാസ്റ്റിങ്ങിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള ന്യൂസുകൾക്കാണ് ഇവർ അത്തരം ന്യൂസുകളാണ് ഇവർ പ്രൊപ്പഗേറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യത്തെ ന്യൂസ് എന്താ? ഫിയറിംഗ് ലോ ഗവൺമെൻറ് റേറ്റ്സ്, അയോധ്യ വില്ലേജസ് ആർ സെല്ലിംഗ് ലാൻഡ് ടു പ്രൈവറ്റ് കമ്പനി. അയോധ്യയായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. അയോധ്യയിൽ ആ പ്രദേശങ്ങൾ അവിടെ ഒരു സിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ മനഃപൂർവ്വം അവിടെ നിന്ന് മാറി താമസിക്കുന്നതിൻ്റെ തരത്തിൽ ഫോഴ്സ് ചെയ്യുകയാണ്. 2017 ശേഷം അവിടുത്തെ കെട്ടിട നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഭൂമിയുടെ വില നിർണ്ണയമോ നടന്നിട്ടില്ല. അവിടുത്തെ ആൾക്കാരെടുത്ത് ഫോഴ്സ്ഫുള്ളി വിറ്റിട്ട് പോകാനുള്ള അധികാരികൾ തന്നെ പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന ഓൺലൈൻ വെബ് പോർട്ടൽ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ വിട്ടിട്ട് അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളോ വാങ്ങിക്കുകയും അവിടെയൊക്കെ വീടുകളോ വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ അവിടെ വീട് വാങ്ങിച്ചു വന്നോ വസ്തു വാങ്ങിച്ചു വന്നോ വീട് വെക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ വേറൊരു തരത്തിൽ അവിടെയുള്ള ആൾക്കാരെ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്ന തരത്തിലോട്ട് പിന്നെ ഇടപെടലുകൾ നടത്തുന്നു, പൊളിറ്റിക്കൽ എലമെൻറ്റ് നടത്തുന്നു, സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട്. ഇത് ഒരു ചാനലുകളും നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയിൽ അറിയുന്ന കാര്യങ്ങൾ എന്താ? രാമായക എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ബോർഡല്ല, അവിടെ പോകുന്ന ഇന്ത്യ ടുഡേയുടെ വണ്ടിയുടെ ഇതാണ്, പോസ്റ്ററാണ്. അതുപോലെ തന്നെ രാം ഫിർ ലൗട്ടെ എന്ന് പറഞ്ഞു TV9 ചാനൽ. അപ്പോൾ ഇതാണ് മാധ്യമ സംസ്കാരം. നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ നാഷണൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ന്യൂസുകൾ നമ്മുടെ ഉള്ളിലോട്ട്, അതായത് പൊതുസമൂഹത്തിലെ യഥാർത്ഥ ന്യൂസുകൾ വന്നെത്തിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ സാക്ഷി മാലിക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സാക്ഷി മാലിക് റസ്ലായിട്ട് സാക്ഷി മാലിക് ബ്രിജ് വിഷ്ണുവായിട്ടുള്ള കേസിൽ സാക്ഷി മാലിക് അവരിനി പിന്നെ ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ നമുക്കറിയാം. അപ്പോൾ ഈ അയോധ്യയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രമുഖ ചാനൽ, നാഷണൽ മീഡിയ ചാനൽ ബ്രിജ് ഭൂഷണെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് കർസേവയുടെ ആദ്യത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ അഭിമാനത്തോട് പറയുന്ന ഇൻ്റർവ്യൂ ആണ് കാണുന്നത്. ഇദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. സാക്ഷി മാലികയുമായിട്ട് ബന്ധപ്പെട്ടോ ഇന്ത്യയുടെ റെസ്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ അസോസിയേഷനിൽ അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ടുള്ള മറ്റൊരാളെ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പ്രസിഡൻ്റായി വന്നതിനെ പറ്റിയൊന്നും ഒരു ചോദ്യം പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനടുത്ത് ചോദിച്ചിട്ടില്ല. പകരം അദ്ദേഹം കർസേവയ്ക്ക് പോയതിൻ്റെയും ആദ്യത്തെ കർസേവ പിന്നെ ജയിലിൽ പോയതിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു അവിടെ നടന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ, നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഹരിയാനയിൽ ഏതാണ്ട് 550ഓളം ആൾക്കാർ ഇസ്രായേൽ പറയുന്ന രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവർ പറയുന്നത് അവർക്ക് ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടെന്നറിയാം, ചിലപ്പോൾ പിടിക്കപ്പെടും, ചിലപ്പോൾ കൊല്ലപ്പെടും. എന്നിരുന്നാൽ പോലും അവർക്കങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ പോകാൻ തയ്യാറെന്നുള്ളതാണ്. കാര്യം ഇന്ത്യയിൽ അത്രയ്ക്ക് വളരെയധികം പ്രശ്നത്തിലൂടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇത്രയധികം ബാധിച്ച ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പോലും അതൊരു ന്യൂസാവുകയോ അത് നമ്മളെ പൊതുസമൂഹത്തിലൂടെ അവതരിപ്പിക്കാനോ നാഷണൽ മീഡിയാസ് തയ്യാറല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ഗോദി മീഡിയനെ സംബന്ധിച്ചിടത്തോളം ഗോദി മീഡിയ കവർ ചെയ്യേണ്ടതില്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാർഷിക സമരത്തിൽ വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ പിന്നെ ഒരു നിലപാട് കൃഷിക്കാരെടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം ശരി, കേരളത്തിൻ്റെ കാര്യമാണ് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നാഷണൽ മീഡിയയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു BJP നാഷണലിസം, നമ്മളെല്ലാം രാജ്യസ്നേഹികളാക്കുകയാണ്, ഇന്ത്യ എന്നുള്ളത് ഭാരതമാക്കുകയാണ്, ഇന്ത്യ എന്ന് പറയാത്ത ആൾക്കാർ പോലും ആൻറ്റി നാഷണൽസാണ്. അത്തരത്തിലുള്ള പ്രൊപ്പഗേഷൻസും ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്യൂഡോ ലിബറലിക് കൈൻഡ് ഓഫ് തിങ് ആണ് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ മീഡിയ ഒളിഗാർക്സോ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസോ എഡിറ്റോറിയൽ ബോർഡോ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്ന വിഷയങ്ങളും ആ വിഷയങ്ങളുടെ രാഷ്ട്രീയമാണ് ഞാൻ ഈ ഭാഗത്ത് നിങ്ങളടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽസ്, കേരളത്തിൻ്റെ ന്യൂസ് ചാനൽസിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ്
ഏതൊക്കെ ന്യൂസ് ചാനൽസ് ഓൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെടുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിൻ്റെ ഹെഡിങ് തന്നെ അവർ തന്നെ കൊടുത്ത ഹെഡിങ്ങാണ്, എന്താണ് റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ നയം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ സ്വന്തമായിട്ട് ഒരു 100 പ്രാവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ നയം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. നേരത്തെ നമ്മൾ കണ്ടുവരുന്ന ചാനൽ ചർച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ നേതാക്കൾ വന്നിരിക്കുകയും അവരുടെ വക്താവ് വന്നിരിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യാം. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനകത്തുള്ള ഈ പറയുന്ന അവതാരകർ തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ വക്താക്കളായിട്ട് വന്നിരുന്ന് നമ്മളടുത്ത് സംസാരിക്കുകയാണ്. വാട്ട് കൈൻഡ് ഓഫ് എ ഡെമോക്രസി വി ആർ ലിവിങ്? നമ്മൾ എന്ത് തരം പത്രമാധ്യമത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? എന്ത് തരം ലിബറൽ ബോധമാണ്, എന്ത് തരം മാധ്യമ സ്വാതന്ത്ര്യമാണ് അവർ നമ്മളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്നത്? അപ്പോൾ ഇതിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് സുജയ പാർവതിയാണ്. അർണവ് ഗോസ്വാമി എങ്ങനെയാണോ ഒരു കാലഘട്ടത്തിൽ 2012-14 കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ അജണ്ട ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നിലപാടെടുത്തത്, അതിൻ്റെ മറ്റൊരു വേർഷനാണ്, കോട്ടിട്ട മറ്റൊരു വേർഷനാണ്, ഒരു സ്ത്രീ വേർഷൻ എന്ന് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സുജയ പാർവതി എന്ന് പറയുന്നത്. അവരവിടെ വളരെ വളരെ BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആ സമയത്ത് അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നികേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ഒരു ഹാങ് ഓവറിലാണ്. 2026 അദ്ദേഹത്തിന് MLA ആകാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആകാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വക്താവെന്ന് മാത്രമേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനകത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെന്ന് കാണാൻ പറ്റാത്ത അത്ര തരത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ എന്ത് പറയാന്നുള്ള നമുക്കത് ഓൺലൈൻ മീഡിയയിലാണ് നമ്മളത് കാണുന്നത്. ഇത്തരത്തിൽ ആൾക്കാർ വാദിക്കുക പാർട്ടികൾക്ക് വേണ്ടി. ഏതെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നത് തെറ്റെന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യും, കോൺഗ്രസ്സുകാരൻ അവർക്ക് പാർട്ടിക്ക് വേണ്ടി വാദിക്കും, BJPക്കാരൻ അവരെ പാർട്ടിക്കാർക്ക് വേണ്ടി വാദിക്കും. അത് റോങ് എന്നുള്ളതല്ല. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ലിബറൽ കുപ്പായ ഇട്ടുകൊണ്ട് ഈ ചാനൽ ചർച്ചകൾ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂസുകൾക്ക് ബയസ്ഡ് ആയിട്ടല്ല എന്നോ അവർ നമ്മളുടെ അടുത്ത് സത്യം പറയുന്നുണ്ടോ പറയുന്നില്ലോ എന്ന് എങ്ങനെയാണ് പൊതുസമൂഹം അറിയുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കൾച്ചറുകളാണ് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കേരള സമൂഹത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ എഡിറ്റോറിയൽ പോളിസി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുത്ത ഫോർമേഷൻ പോലെ തന്നെയാണ് നമ്മളൊരു സ്യൂഡോ ലിബറൽ ഫോർമാറ്റിലാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ ലോകവും പോകുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ ലിബറൽ ഫ്രെയിം വർക്കിനെ തകർക്കുന്ന തരത്തിലുള്ള ആൾക്കാരെന്ന രീതിയിലാണ് നേരത്തെ നമ്മുടെ ആൻറ്റി നാഷണൽസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചില ന്യൂസുകൾ മറയ്ക്കപ്പെടുന്നതോ എഡിറ്റോറിയൽസ് മനഃപൂർവ്വം പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയാതെ പോകുന്നതോ മനഃപൂർവ്വം അഡ്വർടൈസ് ചെയ്യാൻ പോകുന്ന ചില ന്യൂസുകൾ അവരെ മുന്നിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ നമുക്ക് കൊടുക്കുന്ന നേരത്തെ നാഷണൽ മീഡിയ ആൻറ്റി നാഷണൽസ് എന്നാണെങ്കിൽ ഇവിടെ ആൻറ്റി ലിബറൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കേരളത്തിൽ എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് ഇഗ്നോറൻസിൻ്റെ ഒരു പൊളിറ്റിക്സ്, കേരളത്തിലെ ഇലക്ടോറിയൽ ബോർഡ് നടത്തുന്ന ഒരു ഇഗ്നോറൻസ്. അതിൽ എയ്ഡഡ് സെക്ടർ റിസർവേഷൻ ഏറ്റവും ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാർക്ക് 4% റിസർവേഷൻ വേണമെന്നുള്ളതാണ് നിയമം നിർദ്ദേശിക്കുന്നത്. അതിൽ ഹൈക്കോടതി ഈ അടുത്ത കാലത്ത് അത് ഗവൺമെൻറ് അടുത്ത് അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെൻറ് നടപ്പിലാക്കാമെന്നുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1% റിസർവേഷൻ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാർക്ക് 4% റിസർവേഷൻ വേണമെന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ വിധി പ്രഖ്യാപിക്കുന്നത്. എയ്ഡഡ് സെക്ടേഴ്സിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗവൺമെൻറ് അവസാനം ഫോഴ്സ്ഫുള്ളി അതിന് തയ്യാറാവുന്നു, അത് നടപ്പിലാക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ കഴിഞ്ഞ 70 വർഷത്തോളമായിട്ട് എയ്ഡഡ് സെക്ടറിൽ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് 10% അവരുടെ സീറ്റുകൾ കൊടുക്കണമെന്നുള്ളൊരു നിലപാടെടുക്കാൻ കേരളത്തിലെ സർക്കാരുകൾ തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളങ്ങനെ ഇവർക്ക് റിസർവേഷൻ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിന് എഗൈൻസ്റ്റായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയ്ഡഡ് സെക്ടറിൽ പ്രധാനപ്പെട്ട NSS SNDP അല്ലെങ്കിൽ മുസ്ലിം MES ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതെങ്കിൽ പോലും MES വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു നിലപാടെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 10 വർഷത്തിന് മുന്നേ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഇവൻ ദോ ദേ ഡു ഹാവ് സം കൈൻഡ് ഓഫ്
എന്താ പറയുക, ആർട്ടിക്കിൾ 31 32 ഒക്കെ അനുസരിച്ച് അവർക്ക് അവരുടെ ന്യൂനപക്ഷ സ്റ്റേറ്റസുകളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. എന്നിരുന്നാൽ പോലും അവരുടെ നിയമനങ്ങളിൽ അവരിത് തുടരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് SNDPയും അവരുടെ നിലപാട് മാറ്റുന്നുണ്ടായിരുന്നു. എയ്ഡഡ് സെക്ടേഴ്സിൽ റിസർവേഷൻ വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും NSS ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ NSS SNDPയും കൂടെ ചേർന്നാണ് സുപ്രീം കോടതിയിൽ കേസ് പോകുന്നത്. പിന്നെ ന്യൂനപക്ഷ സ്റ്റേറ്റസുള്ള കോളേജുകൾക്കോ സ്കൂളുകൾക്കോ ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളും നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി വരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ അഫിഡവിറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം, ഒരു സമ്മർദ്ദ സാമുദായിക ശക്തികൾ അവരെങ്ങനെയാണ് ആ ഒരു വിഭാഗം ജനങ്ങളോടുള്ള അനീതി കാണിക്കുന്നത്? ഈ അനീതി 70 വർഷത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചാനൽ ചർച്ചകൾ കണ്ടിട്ടുള്ളൂ? അപ്പോൾ 60 വർഷം പോട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നീട്ടിയിരുന്നും നേരെ ഇരുന്നും റൗണ്ട് ചെയ്തും വളഞ്ഞും സ്ക്വയറിലും ഒക്കെ നമ്മൾ ചർച്ചകളും 8 മണി ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. എന്നെങ്കിലും ഈ 12,000 തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിഷയം, എയ്ഡഡ് സെക്ടേഴ്സിൽ പട്ടികജാതി പട്ടിക വർഗ്ഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന വിഷയം ഒരു ചാനലുകൾ കേരളത്തിലെ മെയിൻ സ്ട്രീം ചാനലുകളും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് സെക്ടേഴ്സിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡെപ്യൂട്ടേഷനിലും മറ്റു കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി മറ്റൊരു ജോലി അതിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും 400ഓളം വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പിന്നെ തൊഴിലവസരങ്ങൾ ഇത് വരും, ബാക്ക്ലോഗ്സ് വരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും. SC/ST ഞാൻ പറയുന്നത് SC/ST വിഭാഗത്തിനുണ്ട്. അപ്പോൾ അത്തരം ബാക്ക്ലോഗ്സുകൾ വർഷത്തിലൊരിക്കൽ പിന്നെ നികത്താൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെൽ ഉണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് സെൽ A, B എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. 2021 ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെൽ B നിർത്തലാക്കുന്ന ഒരു ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിപ്പിക്കുകയാണ്. അപ്പം ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരം 2000ഓളം തൊഴിലവസരങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ, എയ്ഡഡ് സെക്ടറല്ല ഗവൺമെൻറ് സെക്ടറിൽ തന്നെ അവരതിൽ പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെൽ B നിർത്തലാക്കുന്നതോടെ അത് ഒഴിവാക്കി. അപ്പോൾ ഇതിനെതിരെ SC/ST വിഭാഗത്തിൽപ്പെട്ട 10ഓളം സംഘടനകൾ ഒരുമിച്ച്, അതല്ലാതെ സംഘടനകൾ ഇൻഡിവിജ്വലായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സമരം നടത്തി. നമ്മളാരെങ്കിലും കണ്ടോ? നമ്മളാരെങ്കിലും ആ ന്യൂസ് അറിഞ്ഞോ? നമ്മുടെ മുന്നിലൊന്നും ആ ന്യൂസൊന്നും എത്തിയിട്ടില്ല. പിന്നെ അവർ മാധ്യമങ്ങളെ കണ്ടു, പത്രസമ്മേളനം നടത്തി. ഒരു ചാനൽ ചർച്ചയിലും ഈ 2000ഓളം തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് വാർത്തയല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ശബരിമലയിലെ ഒരു അപ്പോയിൻമെൻറ്റ് തന്ത്രി എന്നുള്ള ഒരു അപ്പോയിൻമെൻറ്റ് മലയാള ബ്രാഹ്മണർക്കല്ല എന്നുള്ളൊരു ന്യൂസാണ്, അങ്ങനെ ഒരു നിർദ്ദേശമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ, അതായത് ഓരോ തൊഴിലവസരം മലയാള ബ്രാഹ്മണർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ പിണറായി സർക്കാർ രണ്ടാമത് ഭരിക്കത്തില്ല. അതേസമയത്ത് 12,000 തൊഴിലവസരങ്ങൾ ഒരു ജനസമൂഹത്തിന് പിന്നെ നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. 2,000 തൊഴിലവസരങ്ങൾ എയ്ഡഡ് ഗവൺമെൻറ് സെക്ടറിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി കിട്ടുന്ന സാഹചര്യത്തെപ്പറ്റിയും ഇവിടുത്തെ മാധ്യമലോകവും പൊതുസമൂഹവും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പൊതുസമൂഹത്തിൽ ആ ന്യൂസുകൾ എത്തപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളും ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് തുടരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെയൊന്ന് അതാത് സംഘടനകളോ നേതൃത്വങ്ങളോ അതൊന്നും അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ മാധ്യമങ്ങൾ ശ്രദ്ധ നേടാത്തത്. അപ്പോൾ NSS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തി. അപ്പോൾ അവർ റൈറ്റ് വിങ് പൊളിറ്റിക്സുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ നടത്തുന്നുള്ളതാണ്. അതൊക്കെ വെറും നുണയാണ്. നിങ്ങൾ കാണാം, ഇതിൽ ഒരെണ്ണം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെല്ല് നിർത്തലാക്കുന്നതായിട്ട് സെക്രട്ടേറിയറ്റിൽ നടത്തിയ ദ്വിദിന ധാരണയാണ്. അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും കണ്ടില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് പിന്നെ ഉക്രൈനിലും അതുപോലെ തന്നെ റഷ്യയിലൊക്കെ നടക്കുന്ന സമരങ്ങൾ യുദ്ധങ്ങളും ആ യുദ്ധത്തിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെ പിന്നെ നമ്മുടെ ബോംബുകൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരെയൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും അഡ്രസ്സ് ചെയ്യാനോ മുന്നോട്ട് നമ്മുടെ പൊതുസമൂഹത്തോട് പറയാനോ ഉള്ള മാധ്യമധർമ്മം ഇവർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള KPMSൻ്റെ ഒരു സമരത്തിൻ്റെ ഫോട്ടോയാണ്. ആൾക്കാരില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഇടക്കാലഘട്ടം ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. BJPയെ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റു വിഭാഗങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻസ് വേണമെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എപ്പോഴാണോ കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സ് അത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ്
മീഡിയാസ് അതിന് പിന്നെ ഒരു ന്യൂസ് വാല്യൂ കൊടുക്കുന്നത്. ഇത് 10,000-കണക്കിന് ജനങ്ങൾ കേരളത്തിൻ്റെ നടുത്തളത്തിലിറങ്ങി ഒരു സമരം നടത്തി ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ 8 മണി ചർച്ചയോ അല്ലെങ്കിൽ ഒരു വിഷയമായിരിക്കും ഫ്രണ്ടിൽ വരുന്നില്ല. ഇത് മറ്റൊരു എഡിറ്റോറിയൽ പോളിസിയുടെ മറ്റൊരു ഭാഗമാണ്. അവർ അക്നോളജ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവർ അക്നോളജ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ പിന്നെ ഒരു സോഷ്യൽ ലിബറൽ ഫ്രെയിംവർക്കിനകത്ത് വരുന്ന ജാതി സമൂഹങ്ങളെ, മതസമൂഹങ്ങളെ, സമ്മർദ്ദ സാമുദായിക ശക്തികളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ ഞാൻ തുറന്നു തന്നെ പറയാം. ഇപ്പോൾ NSSൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, SNDP, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗങ്ങൾ, ഇവരെല്ലാം സമ്മർദ്ദ സാമുദായിക ശക്തികളാണ്. ഈ ഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ന്യൂസുകളോ ഈ ഭാഗത്തിൽ അവരെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കുന്ന ന്യൂസുകളോ ഒക്കെ എഡിറ്റോറിയൽ ബോർഡുകൾ വളരെ കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയൊക്കെ വളരെ കൃത്യമായിട്ട് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഇവിടെ അത് നടക്കാതെ പോകുന്നത്, ആ നീതി നിഷേധിക്കപ്പെടുന്നത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസും അതിൻ്റെ ഒരു സാങ്കേതികതയും നിങ്ങളെടുത്ത് ചെയ്യുന്നത്. നേരത്തെ അത് ഇഗ്നോറൻസിൻ്റെ ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാര്യമാണ് നോട്ട് റെഡി ടു അക്നോളജ്. ഇത് പൊളിറ്റിക്കലി ഇങ്ങനെ തന്നെയാണ്. പൊളിറ്റിക്കലി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിന് സംവിധാനം വരുന്നു. ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ 2 തവണ വന്നു കഴിഞ്ഞാൽ ഈ 2 തവണ വന്നതിൻ്റെയും ഉത്തരവാദി എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ബൾക്കായിട്ട് അവർക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർ വരുന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രദേശത്ത് BJPക്ക് സ്വാധീനം കൂടുകയാണെങ്കിൽ ഇതുവരെ പിന്നെ ദളിതരായിരുന്ന ആൾക്കാർ ഇന്ന് മുതൽ പിന്നെ ഇത് കാവിച്ചരട് കെട്ടിയതുകൊണ്ട് ഭാഗമായിട്ടാണ് അവിടെ BJP വന്നതെന്ന് പറയും. ഇത്തരത്തിൽ ഒരുതരം ബ്ലെയിം സ്ട്രാറ്റജിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വമായാലും പൊതുസമൂഹമായാലും കൊടുക്കുന്നത്. ആ ബ്ലെയിം സ്ട്രാറ്റജിക്കൊപ്പം അവർ കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് ദേ ആർ നോട്ട് റെഡി ടു അക്നോളജ്. മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ അല്ലാതായിട്ടുള്ള ചുരുക്കം ചില പ്രസിഡന്റ്മാരിൽ ഒരാളാണ്. ഈ മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂറുമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ശശി തരൂർ ഏത് എൻഡിൽ നിൽക്കുന്നു അന്ന് ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്ത മാധ്യമ ലോകം പറയേണ്ടതാണ്. ശശി തരൂരിനെ അന്ന് വളരെയധികം ആനന്ദ് കൊച്ചുകൂടി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നുകൊണ്ട് ശശി തരൂർ എന്ന് വളരെ റീസെൻ്റായിട്ട് അദ്ദേഹം ഒരു ഇൻ്റലക്ച്വൽ പേഴ്സൺ ആയതുകൊണ്ട് മാത്രം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അതിനോട്ട് പിന്നെ ഉൾക്കൊള്ളുകയും അദ്ദേഹം കഴിഞ്ഞ 3 തവണയായിട്ട് MP ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അതല്ലാതെ ഒരു ഫുള്ളി ഫ്ലഡ്ജ്ഡ് പൊളിറ്റീഷ്യൻസ് ഒന്നുമല്ല. ഓൺ ദ അതർ ഹാൻഡ് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് പിന്നെ ഗുൽബർഗയിൽ നിന്നുള്ള, കർണാടകയിലെ ഗുൽബർഗിൽ നിന്നുള്ള വളരെ പ്രമുഖനായിട്ടുള്ള 10, 50, 60 വർഷത്തെ ഫുൾ ഫ്ലഡ്ജ്ഡ് പൊളിറ്റിക്സിൽ പിന്നെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്ന രീതിയിൽ 2 പേര് വരുമ്പോൾ അയാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആണോ, അയാളുടെ പൊളിറ്റിക്കൽ അയാൾ വന്ന വഴിയാണോ, ഏതാണ് ബെറ്റർ എന്ന് തീരുമാനിക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള കഴിവുപോലും ഇല്ലാത്ത ആൾക്കാരല്ല നമ്മുടെ മീഡിയയിൽ ഇരിക്കുന്നത്, എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന. അതുകൊണ്ടല്ല. പക്ഷേ അവരൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ശശി തരൂറിന് വേണ്ടിയിട്ട് കേരള മാധ്യമങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതവർ പിന്നെ കേരളക്കാരനായിട്ട് മലയാളി ആയതുകൊണ്ടാണ് ഉള്ളതെന്നായിരുന്നു എൻ്റെ ഒരു വിഷയം, എൻ്റെ ഒരു സംശയം ആദ്യ കാലഘട്ടത്തിൽ. ഞാൻ സ്മൃതി പരുത്തിക്കാടിനെയും അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അന്ന് മീഡിയ വണിലാണ് സ്മൃതി പരുത്തിക്കാട്, രാജീവ് സാറാണ് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ്. അപ്പോൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ആൾ മാത്രമാണ്. കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കലി അദ്ദേഹം വലിയൊരു പിന്നെ ഒരു പേഴ്സണൊന്നുമല്ല. ഓൺ ദ അതർ ഹാൻഡ് ശശി തരൂർ എന്ന് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ഇതാണ്. ശശി തരൂർ കോൺഗ്രസിൻ്റെ ഹെഡായിട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വളരെയധികം മുന്നോട്ട് പോകുന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന സ്മൃതി പരുത്തിക്കാട് പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ മിനിമം നോളജെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ മോദി സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഇലക്ഷൻസ് മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മോദി പാർലമെൻറ്റിലേ വരുന്നില്ലായിരുന്നു. പാർലമെൻറ്റിൽ വരാത്ത ഒരു സാഹചര്യത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൽ പറയുകയാണ്, മോദി നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് നടക്കുകയാണ്, അല്ലാതെ പിന്നെ പാർലമെൻറ്റിൽ ഒന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഭയമാണെന്ന് പറഞ്ഞു. പിറ്റേ സെക്ഷനിൽ മോദി അവിടെ വരേണ്ട തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഡയലോഗായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ അതുമാത്രമല്ല BJP പോലും ഏറ്റവും പ്രോമിനൻ്റായിട്ട് കാണുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് മല്ലികാർജുൻ ഖാർഗെ. അപ്പോൾ അയാളെ ദേ ആർ നോട്ട് റെഡി ടു അക്നോളേജ്, അവരുടെ ഒരു കാലിബർ അക്നോളേജ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. 2 അത് ഡിസോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഡിസോൺ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നെ അത് നമുക്കത് പറയേണ്ടത്. അപ്പം സ്മൃതി പരുത്തിക്കാടൊക്കെ സ്മൃതി ഇറാനിമാരുടെ കണ്ണാടി വെച്ചുകൊണ്ടാണ്
ഈ എഡിറ്റോറിയൽ ബോർഡുകളിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇത് ഈ നോട്ട് റെഡി ടു അക്നോളജ് എന്നൊരു കാര്യത്തിൽ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് കുറച്ചൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ കൂടിയാണ്. ഞാൻ ദളിത് സമുദായ മുന്നണി എന്ന് പറയുന്ന സണ്ണിയും കാപ്പിക്കാട് സാറ് ചെയർമാനായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ അവരുടെ യൂത്ത് വിങ്ങിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, നിലവിലല്ല, ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ ഈ ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്ക് അവർ ഓൺലൈൻ വിദ്യാഭ്യാസ മോഡായതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളുകളിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ല. മറ്റെല്ലാ കുട്ടികൾക്കും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി അവർക്ക് പഠനം നടത്താൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഈ കുട്ടികളിൽ ഈ ട്രൈബൽ മേഖലകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻസ് എത്തിച്ചാൽ മാത്രമല്ലേ അവർക്ക് ഓൺലൈനിൽ ചേരാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 5ഓളം എഞ്ചിനീയേഴ്സ്, ഞങ്ങൾ ഫ്രട്ടേണിറ്റിയിൽ തന്നെയുള്ള എഞ്ചിനീയേഴ്സ് ചേർന്ന് ഞങ്ങളൊരു ഐഡിയ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് എയർ ഫൈബർ എന്ന് പറയും. അതായത് ഓൺലൈൻ വഴി നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് റേഡിയോ വേവ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. 10-15 കിലോമീറ്റർ വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വയബിളായിട്ടുള്ള സൊല്യൂഷനാണ്. കൺസിഡറിങ് ഒരു കേബിൾ വരെ കൊണ്ടുപോകുന്നതിനേക്കാളും വയബിളായിട്ടുള്ള സൊല്യൂഷനാണ് ലൈൻ ഓഫ് സൈറ്റിലുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ടവറിൽ നിന്ന് 15ഓളം കിലോമീറ്റർ എയർ വഴി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും അത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഡിഷ് ആൻറ്റിനെ വെച്ച് പിടിച്ചുകൊണ്ട് അവിടെ തൊട്ട് അത് മോഡത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടും. ഇത് ഞങ്ങളൊരു പ്രോജക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെക്കുകയും ട്രിവാൻഡ്രത്തെ വിതുരയിൽ 16ഓളം ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ 2021 മുതൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് ദളിത് ആദിവാസി മേഖലയിലുള്ള ഒരു വിഷയം അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ദളിത് മേഖലയിലുള്ള ഇൻ്റലക്ച്വൽസ്, അതിനെ ഫണ്ട് ചെയ്യുന്നത് ദളിത് മേഖലയിൽ തന്നെ പിന്നെ എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ വരികയും ഈ വിഷയം പൊതുസമൂഹം കൂടെ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കാര്യം ഞങ്ങളത് ഗവൺമെൻറ് പ്രോജക്റ്റായിട്ട് മാറ്റി 16ഓളം ട്രൈബൽ മേഖലയിലെ 16ഓളം സ്ഥലത്ത് ഒരു പ്രോജക്റ്റായിട്ട് ചെയ്യുക. 200ഓളം പേർക്ക് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും പറ്റി. ഞാനതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടാണത്. ആ പ്രോജക്റ്റിൽ അതിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്കും അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ PR വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പലതരത്തിലുള്ള മീഡിയ ചാനൽസുമായിട്ട് ബന്ധപ്പെട്ടു. ദേ ആർ നോട്ട് റെഡി ടു എന്താ പറയുക, അവരത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. മീഡിയ ഒരു ചാനൽ മാത്രമാണ്, അമൃത TV മാത്രമാണ് അതൊരു സ്റ്റോറി ആയിട്ട് എടുത്തത്. കഴിഞ്ഞ 2 വർഷം ആയി കഴിഞ്ഞു ഈ പ്രോഗ്രാം ഞങ്ങൾ ഈ പദ്ധതി കംപ്ലീറ്റ് ചെയ്തിട്ട്. അതേസമയത്ത് പിന്നെ പത്മ എന്ന് പറയുന്ന നമ്മുടെ ഈ NSSൻ്റെ പത്മാപിള്ള എന്ന് പറയുന്ന ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് നിങ്ങൾക്കറിയാം, പത്മാപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവർത്തകനുണ്ട്, ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു, റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ്. അവരുടെ പത്മ കഫേ എന്നൊക്കെ പറഞ്ഞുള്ള പിന്നെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തെക്കുറിച്ച് ചർച്ചകളായിരുന്നു. ഈ പറഞ്ഞ പോലെ റൗണ്ടും സ്കെയിലും സ്ക്വയറൊക്കെ ആയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പം ഒരു മേഖലയിലുള്ള ആൾക്കാരുടെ കഴിവിനെയോ അവരുടെ കപ്പാസിറ്റിയോ ഒന്നും തന്നെ ദേ ആർ നോട്ട് റെഡി ടു അക്നോളജ്. ഇനി മറ്റൊന്നാണ് ബ്ലെയിം സ്ട്രാറ്റജി. നമുക്കറിയാം, നമ്മുടെ വിനായകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തിലെ ഇടപെടലുകളിലോ അഭിപ്രായങ്ങളിലോ ഒന്നും തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് സപ്പോർട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ നമ്മളിവിടെ കാണാം. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം നിൽപ്പുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SI ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മനസ്സിലായോ സാറേ എന്ന് പറഞ്ഞിട്ട് നേർക്കുനേറിൽ ചർച്ച നടന്നു. ഈ നേർക്കുനേറിൽ ചർച്ച നടന്നു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഈ ചർച്ചയിൽ ഒരാളെ കൂടി ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ ഇതെന്താണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതെന്താണ് ഈ കാര്യം എന്ന് മനസ്സിലാവുമായിരുന്നു. ഇതേ ഉദ്യോഗസ്ഥൻ SIക്കെതിരെ ഒരു വനിതാ അഡ്വക്കേറ്റ് 2 ദിവസം മുന്നേ കേസ് കൊടുത്തിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക്. അവർ കൊടുത്ത കേസിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഇതിൽ പിന്നെ യൂണിഫോം മഫ്റ്റിയിൽ വന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് മോശമായി പെരുമാറി എന്നുള്ളതാണ്. ഈ വിനായകനോടുള്ള വിഷയത്തിൽ വിനായകന് പരാതിയില്ല, വിനായകനെ ജാതിപരമായിട്ട് സംസാരിച്ചു എന്നുള്ളത് വിനായകന് പരാതിയില്ല. അതൊരു വിഷയമേ അല്ല. അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് വിനായകൻ പറയുന്നത് ഇത് എൻ്റെ പോലീസ് സ്റ്റേഷനാണ്, എനിക്കിവിടെ വന്ന് പരാതി പറയാൻ അവകാശമുണ്ട്. അയാളുടെ വീട്ടിലോട്ട് പോലീസുകാരുമായിട്ട് പോകുന്ന സമയത്ത് അവരെ ഇൻറ്റിമേറ്റ് ചെയ്തില്ല. മഫ്റ്റിയിലുള്ള ഒരാൾ അവിടെ വന്നു. അത് പറയാൻ ഒരു ദളിതനായ വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ അവകാശമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ കോമൺ ഇഷ്യൂ. ആ സ്ത്രീനെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ആ സ്ത്രീ പറഞ്ഞ കംപ്ലയിൻറ്റും സെയിം ആണ്. ആ ഉദ്യോഗസ്ഥൻ മഫ്റ്റിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയപ്പോൾ ഞങ്ങളടുത്ത് മോശമായിട്ട് പെരുമാറി. ഒരു കോമൺ ഇഷ്യൂ മറ്റെല്ലാവരെ പോലെ തന്നെ
ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും അഡ്രസ്സ് ചെയ്യാൻ അവസരം ഉണ്ടാകുന്ന വിഷയത്തെ അതിനൊരു ദളിത് കളർ കൊടുത്ത്, പിന്നെ ഈ ദളിതരെല്ലാവരും തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരെ മര്യാദ പഠിപ്പിക്കണം എന്നുള്ളതാണ് മനസ്സിലായ സാറേ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവരെല്ലാവരും തന്നെ മര്യാദരാമന്മാരായി മാറണം. കാര്യം നിങ്ങൾ സമൂഹത്തിലെ പ്രധാന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ മാറണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ് ഈ കമ്പാരിസൺ വിത്ത് ഫാസിസ്റ്റ് സ്റ്റേറ്റ്സ്, മറ്റ് ഫാസിസ്റ്റ് സ്റ്റേറ്റ്. ഇതും ഈ മീഡിയ ഒളിച്ചു വെച്ചൊരു ന്യൂസിന് എക്സാമ്പിളാണ്. ജി കാർത്തികേയൻ മെമ്മോറിയൽ സ്കൂൾ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് കടകട ട്രിവാൻഡ്രം മലയങ്കീഴുള്ളത്. ഇവിടെ ഒരു നമ്മൾ നാൾ വളരെ റീസെൻ്റായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്, ഒരു അധ്യാപിക പിന്നെ ഒരു മുസ്ലിം സ്റ്റുഡൻറ്റിനെ അടിക്കുന്ന മറ്റു കുട്ടികളെ കൊണ്ട് അടിക്കുന്ന ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഈ ജി കാർത്തികേയൻ മെമ്മോറിയൽ സ്കൂളിൽ ഈ പ്രധാന അധ്യാപിക അവിടുത്തെ പോലീസ് കേഡറ്റായിട്ടുള്ള 8ാം ക്ലാസ്സിലെ കുട്ടീനെ കൊണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയെ അടിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെപ്യൂട്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇതിനെതിരെ പ്രിൻസിപ്പാളിനെതിരെ ഒരു റിപ്പോർട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഉണ്ടായിരുന്നു. RT വഴി ഐ ഡു ഹാവ് ദ കോപ്പി ഓഫ് ദാറ്റ്. രണ്ടാമത് പിന്നെ അവിടുത്തെ പിന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ, ചൈൽഡ് ലൈൻ ചെയർപേഴ്സൺ തന്നെ നേരിട്ട് വന്നിട്ട് ഇവർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ കുട്ടികളുടെ മൊഴി എടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു FIR ഉണ്ട്. ഈ 2 കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് ഉണ്ടാവുകയും ഈ 2 കാര്യങ്ങളും മാധ്യമങ്ങളെടുത്ത് കൊടുത്തിട്ട് പോലും ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഇത്തരത്തിൽ ഒരു കാര്യവും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ വളരെ ഫേക്കായിട്ട് പറയുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയുന്നത് സോളിഡാരിറ്റി ഫോർ പ്രിവിലേജ്ഡ് വൺസ്. സോളിഡാരിറ്റി നമ്മൾ കണ്ടതാണ് ചിത്രയുടെ കാര്യത്തിലും ഈ മറ്റേ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു. ഈ 2 പേരുടെ കാര്യത്തിലും ഒന്ന് ചിത്രയെ ഓപ്പോസ് ചെയ്ത് സംസാരിച്ച അദ്ദേഹം ഈ 2 പേരുടെയും വേർഷൻസ് നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് TV ചാനലിൽ കണ്ടതാണ്. 2 പേരുടെയും വേർഷൻസ് അതിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ പ്രസീത ചാലക്കുടി എന്ന് പറയുന്ന മറ്റൊരു പാട്ടുകാരി, നാടൻ പാട്ടുകാരിക്ക് അതേ തരത്തിൽ അനുഭവം ഉണ്ടായിട്ടും അവരുടെ പ്രോഗ്രാംസുകൾ പിന്നെ ഡിസോൺ ചെയ്യണം, അവരുടെ പ്രോഗ്രാംസ് നടത്താൻ പാടില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വന്നിട്ട് പോലും അത് ചർച്ച ചെയ്യാനോ അത് ഏതെങ്കിലും ചാനലുകളിലോ നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രിവിലേജ്ഡ് വൺസിന് വേണ്ടി മാത്രമായിട്ടുള്ള സോളിഡാരിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം. ഇനി ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസിൽ നമ്മൾ ശബരിമലയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കേരളത്തിൽ മീഡിയാസ് ഇത് ഇത്രയധികം ഇങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കാണുന്നതെന്നുള്ളൊരു കാര്യം കണ്ടത്. ഞാൻ ഈ കടുത്താശ്ശേരി കൊട്ടാരം മലനട എന്ന് പറയുന്നത് കൊല്ലത്തെ ഒരു ക്ഷേത്രമാണ്. ഈ കടുത്താശ്ശേരി കൊട്ടാരം എന്ന് പറയുന്നത് എങ്ങനെയാണോ ശബരിമലയിൽ താഴമൺ കുടുംബം അതുപോലെയാണ് കടുത്താശ്ശേരി കൊട്ടാരം. അവരാണ് അവിടുത്തെ ഊരാളികൾ എന്ന് പറയും. 18 മലകൾ, കൺസെപ്റ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ശബരിമല. 18 മലകളുണ്ട്. ആ മലകളുടെയും ഒരു പിന്നെ ഊരാളികൾ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ കടുത്താശ്ശേരി കൊട്ടാരത്തിൽ നിങ്ങൾക്ക് കാണാം, അതിലൊരു ബോർഡ് അവിടെ വെക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയാണ് കൊട്ടാരം ഇരിക്കുന്നത്. കൊട്ടാരം എന്ന് പറയുന്ന അവർ പറയുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചു, അവിടുത്തെ മലനട ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ബോർഡ് വെച്ചു. ആ ബോർഡ് ആ വീട്ടുകാർ, കൊട്ടാരത്തിലുള്ള ആൾക്കാർ, നമ്മൾ കൾച്ചറൽ എത്തനിസിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ആ ബോർഡ് അടിച്ച് തകർക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇത് അടിച്ച് തകർത്തിരിക്കുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡ് ആൾക്കാരാണ്. സാഫ്രണൈസേഷൻ നടക്കുന്ന കേരളത്തിലെ മറ്റൊരു അമ്പലം കൂടെയാണിത്. ഈ ന്യൂസ് നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നു? ഇതേ കാര്യം ഇതേ രീതിയിൽ താഴമൺ കുടുംബത്തിലെ ഒരാൾ ഈ കടുത്താശ്ശേരി കൊട്ടാരത്തിലെ അവിടുത്തെ ഊരാളി കുടുംബത്തിലുള്ള പലരെയും തന്നെ അന്ന് അടി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. താഴമൺ കുടുംബത്തിലെ ശബരിമലയിൽ ആരെങ്കിലും ഒരാൾക്കാണ് ഈ അടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കേരളം ഇന്ന് എന്തായി പോയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കുടുംബത്തിലെ കടുത്താശ്ശേരി കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട ആൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇടപെട്ടിട്ട് പോലും ഈ ന്യൂസ് പൊതുസമൂഹത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയത്. ഇനിയാണ് ഞാൻ നിർത്തുവാണ്. ശങ്കരവിലാസം നിരീക്ഷകർ, നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. ഈ ശങ്കരവിലാസ നിരീക്ഷകരാണ് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു മെയിൻ സ്ട്രീം പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പൊതുബോധം നൽകുന്നത് ശങ്കരവിലാസ നിരീക്ഷകരാണ്. ഇവർ ചെയ്യുന്നത് അവർ പറയും അവർക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, അവർ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുമില്ല. ഞാൻ നേരത്തെ CPI ആയിരുന്നു, ഇപ്പം ഞാൻ നേരായ വഴിക്ക് നടുക്കൂടെ പോകുന്ന ആളാണെന്ന് പറയും. മറ്റേ ആൾ പറയും ഞാൻ ഒരു തരത്തിലും സംഖ്യയല്ല എന്ന് പറയും. വാട്ട് ദേ ആർ ഡൂയിങ്, അവർ കേരള സമൂഹത്തെ, നമ്മൾ ഈ സ്യൂഡോ ലിബറൽ എന്ന് പറയുന്ന ആക്ഷേപിച്ച കേരള സമൂഹത്തെ എത്ര വലത്തോട്ട് തിരിക്കാമോ, സംഘിപക്ഷമായിട്ട് മാറ്റാമോ, അതിൻ്റെ ഒരു നിലമൊരുക്കൽ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ശങ്കരവിലാസം നിരീക്ഷകർ എന്ന് പറയുന്നത്.
ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിൽ പിന്നെ നമ്മുടെ ജയശങ്കറിൻ്റെ കേസും അതുപോലെ തന്നെ നമ്മുടെ ശ്രീജിത്ത് പണിക്കറിൻ്റെ കേസും ഈ ഇടക്കാലത്താണ് നമ്മുടെ രാഷ്ട്രപതി വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാവുന്നത്. രാഷ്ട്രപതി അയോധ്യ ക്ഷേത്ര ഉത്സവം ഇതിനു വേണ്ടി വിളിച്ചില്ല എന്ന്, പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള മാധ്യമത്തിലെ ഡിബേറ്റ് നടക്കുമ്പോൾ സോമനാഥ ക്ഷേത്രത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോയ കാര്യമാണ് നമ്മുടെ ശങ്കര വിലാസ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത നിരീക്ഷകൻ പറയുന്നത്, അടുത്ത ശങ്കരവിലാസം പറയുന്നത് അതിൻ്റെ ഹിസ്റ്ററി തന്നെ അങ്ങ് പറയുകയാണ്. കത്ത് കൊടുത്തിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റുവും പിന്നെ രാജേന്ദ്ര പ്രസാദുമായിട്ട് എഴുത്തിടപാടുകൾ നടന്നിരുന്നു. അയാൾ വലിയ ആളാണ്, രാജേന്ദ്ര പ്രസാദ് വലിയ ആളാണ്. ഇതേ കത്തിടപാട് ഹിന്ദു കോഡ് ബില്ലുമായിട്ടും നടന്ന രാജ്യമാണ് ഇന്ത്യ. ഹിന്ദു കോഡ് ബില്ല് സ്ത്രീകൾക്ക് ഇന്ത്യയിലെ പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിതൃസ്വത്തിനവകാശം, അവർക്ക് പുനർവിവാഹം നടത്താനുള്ള അവകാശം, സ്വത്തിന്മേലുള്ള അവകാശം, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പുറംതിരിഞ്ഞിരുന്ന ആളുടെ പേരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അന്നും കത്തിടപാടുകൾ നടന്നു പിന്നെ ജവഹർലാൽ നെഹ്റുവായിട്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറിന് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നു. ആരെങ്കിലും പറഞ്ഞോ? പിന്നെ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞില്ല, നമ്മുടെ ജയശങ്കറും പറഞ്ഞില്ല, അല്ലേ? അപ്പം നമ്മളടുത്ത് ഇവരിത് പറയുന്നത് എന്തുവാണ്? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ഈ ശ്രീജിത്ത് പണിക്കറായാലും ജയശങ്കർ ആയാലും ഇപ്പം നമ്മുടെ എല്ലാവരുടെയും തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അമ്മമാരായാലും നമ്മുടെ അമ്മമാർക്കായാലും അമ്മയുടെ അമ്മമാർക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഉൾപ്പെടെ ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയത് ആഫ്റ്റർ ഹിന്ദു കോഡ് ബില്ലിന് ശേഷമാണല്ലേ. അതിൽ ശ്രീജിത്ത് പണിക്കരുടെയും റിലേറ്റീവ്സ് പെടും, നമ്മുടെ ജയശങ്കറിൻ്റെ റിലേറ്റീവ്സ് പെടുമെന്ന് മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യൻ നാഷണൽ മാധ്യമങ്ങൾ അതൊരു പിന്നെ സംഘീവൽക്കരണ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളത് സ്യൂഡോ ലിബറൽ കൾച്ചറിൽ പോവുകയും അവർ സംസാരിക്കേണ്ട ആൾക്കാരുടെ മറ്റു ഭാഗം ആൾക്കാരുടെ ശബ്ദമായി മാറേണ്ട മാധ്യമങ്ങൾ ശബ്ദമായി മാറാതെ അടിച്ചമർത്തുന്ന തരത്തിൽ എഡിറ്റോറിയൽ പോളിസികളും ന്യൂസുകളും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ മുന്നിൽ വിളമ്പുകയാണ് ചെയ്യുന്നത്. ഈ വിഷയമാണ് എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ടായിരുന്നത്. എന്നാലും എത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.